ഉസ്താദുമാർ, സ്നേഹമുള്ള ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. പടച്ച റബ്ബ് കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച വിശുദ്ധ റമദാനിൽ പാവങ്ങളായ നമ്മയും പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുമിച്ചുകൂടിയ ഒരു മജ്‌ലിസ്. പ്രഭാഷണത്തിലുപരി വേദനിക്കുന്ന മനസ്സുകളുണ്ട്, കണ്ണീരൊടുക്കുന്ന മക്കളുണ്ട്. പെരുന്നാൾ നാം ആഘോഷിക്കുന്ന സമയത്ത് ഈ പെരുന്നാൾ ആഘോഷിക്കാത്ത നാടുണ്ട്, ഈ പെരുന്നാൾ ഇല്ലാത്ത മോമിനീങ്ങളുണ്ട്. ഈ വർഷത്തെ ചെറിയ പെരുന്നാളിന് ആശുപത്രിയിൽ പൊന്നു മക്കളെ നോക്കി കണ്ണീരൊടുക്കുന്ന ഉമ്മയുണ്ട്. പ്രിയ ഭർത്താവിന്റെ കാല് മുറിഞ്ഞ് കൈകൾ മുറിഞ്ഞ് പിടയുന്ന ഭർത്താവിന്റെ കവിളത്ത് മുത്തം കൊടുക്കുന്ന ഭാര്യമാരുണ്ട്. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ പെരുന്നാൾ ദിവസം കണ്ണീരൊടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഈദ് സന്ദേശത്തിലൂടെ നമ്മുടെ നേതൃത്വമായ സാദാത്തുക്കൾ അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടിയാണ് നമ്മോട് ആഹ്വാനം ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണ വേദിയിൽ പ്രധാനമായും നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു എല്ലാവർക്കും മനസ്സമാധാനം നൽകുമാറാവട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ചില ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തി കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് പെട്ടെന്ന് മഹാന്മാരെ മുൻനിർത്തി ഈ പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്കൊന്ന് ഇറങ്ങണം. നമ്മൾ സാധുക്കളാണ്, നമ്മൾ പാവങ്ങളാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് നമുക്ക് ലാ യുറുദ്ദുൽ ഖലാ ഇല്ല ദുആ, ദുആ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ദുആ തന്നെയാണ് ആയുധം. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ ഭാഗം അത് ദുആ തന്നെയാണ്. അതിനു വേണ്ടി സംഘടിപ്പിച്ച നമ്മുടെ സംഘടന ബറക്കത്തുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടന നമുക്ക് ഇങ്ങനെ മജ്‌ലിസ് പെരുന്നാൾ ദിവസം ഒരുക്കിയത് അതൊരു അനുഗ്രഹമാണ്. അല്ലാഹു തആല അധ്വാനിച്ചവർക്കൊക്കെ പ്രവർത്തിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലിട്ട ഒരു ദിവസം അങ്ങനൊരു സംഭവം നടന്നു. റസൂലുള്ളാഹിന്റെ കഴുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് തലപൊക്കാൻ കഴിയാതെ കണ്ണീരൊടുക്കിയിട്ടുണ്ട്. ഉപ്പ എന്ന് വിളിച്ച് സാധു പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് മുത്തം കൊടുത്ത് കണ്ണീരൊടുക്കിയ ഒരു പൊന്നുമോളുണ്ട്, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. മോളെ എന്ന് വെച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയാകുന്ന പൊന്നുമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരൊടുക്കിയ ഒരു സമയം ഉണ്ടായില്ലേ? ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബിത്തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹ് വേറെ ചിന്തയിലോ അല്ലെങ്കിൽ മറ്റു വല്ല ഹമ്മിലോ ആണ് എങ്കിൽ ഞാൻ പറയും, നബിയേ ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ എന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹ് പുഞ്ചിരിക്കും. നബിത്തങ്ങൾ എന്നോട് സന്തോഷത്തോടെ സംസാരിക്കും. അത്രയേ കുഞ്ഞിക്കൈകളെ കൊണ്ടല്ലേ രക്തം ചീഞ്ചലം വടിച്ചെടുത്തത് യുവ മനസ്സുകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുപെട്ടി നെരിയാണി പെട്ടി രക്തം ഒഴുകിയിട്ടുണ്ട്. റസൂലുള്ളാന്റെ വായിൽ നിന്നൊരു പല്ല് പോയിട്ടുണ്ട്. പ്രായം കൊണ്ടുപോയതല്ല, റസൂലുള്ളാന്റെ വായിൽ നിന്ന് ഒരു പല്ല് പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഇരിക്കുന്ന നിങ്ങളിലോ എഴുന്നേറ്റ് നിൽക്കുന്ന എന്നിലോ ഇക്കാലം വരെയായി ഒരു വിരൽത്തുമ്പ് വേദനിപ്പിക്കാൻ ഈ ഉപ്പാപ്പ പറഞ്ഞിട്ടില്ല. ഈ ഉപ്പാപ്പ ഒരു വിരൽത്തുമ്പ് വേദനിപ്പിച്ച് കഷ്ടപ്പെടണമെന്ന് എന്റെ കുട്ടികൾ ഒരു വിരൽത്തുമ്പ് വേദനിച്ച് കരയട്ടെ എന്ന് പറഞ്ഞ് ഉപ്പാപ്പ നമുക്ക് നിർദ്ദേശം നൽകിയില്ല. ആ ഉപ്പാപ്പയുടെ വായിൽ നിന്നൊരു പല്ലുപോയി. സ്വഹാബത്ത് വന്നു,
നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അവിടുത്തെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, അവിടുത്തെ കഴുത്തിലേക്ക് കുടൽമാലകൾ ചാർത്തിയ ആ മനുഷ്യർക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ? റസൂലുള്ളാഹി ഫബക്കാ ബുക്കാഅൻ, അവിടുന്ന് കരഞ്ഞു നാട്ടുകാരെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സിദ്ദീഖേ, എന്റെ കഴുത്തിൽ കുടൽമാലകൾ ചാർത്തിയ, എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ മനുഷ്യനെങ്ങാനും, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മക്കളിൽ ഒരു കുട്ടിയെങ്ങാനും സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ് സിദ്ദീഖേ. എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ മനുഷ്യൻ ഒരു വേള തൗബ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്റെ ഒരു കുളിർമ എത്രയാണ്. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നാട്ടുകാരെ നമ്മൾ. ഞാൻ ആമുഖമായി ഒന്നും കൂടെ പറയട്ടെ. ഉഹദ് യുദ്ധം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്കൊന്ന് ചെന്ന് നോക്കി. എന്താണ് ഉഹദിന്റെ സ്ഥിതിഗതികൾ? ചിതറിക്കിടക്കുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ തലയെടുത്ത് തട്ടിക്കളിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണ് കരള് കടിച്ചത് പിച്ച് ചീന്തുന്ന ഒരു രംഗം പോലും വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ടപ്പോ സ്വഹാബികളെ, ആരാണത് ആ പിടയുന്നത്? ആരുടെ തലയാണ് തെറിച്ചു കിടക്കുന്നത്? ആരുടെ ശരീരമാണ് ചിതറിക്കിടക്കുന്നത്? ആരുടെ കരളാണ് വലിച്ചെടുത്തിരിക്കുന്നത്? ചെന്നു നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് സ്വന്തം ബാപ്പയുടെ രക്തമായ ഹംസത്ത് എന്നവരാണ്. ഹംസത്ത് എന്നവരുടെ കരളാണ്. ഈമാനുൽ ആശിഖീങ്ങളെ, ഹംസത്ത് എന്നവരുടെ കരളാണ് കടിച്ചു തുപ്പിയിരിക്കുന്നത്. ആരാണ് ഹംസത്ത് എന്നവർ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 5 വയസ്സോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഉപ്പാന്റെ മുഖം കാണാൻ കഴിയാത്തൊരു കുട്ടിയല്ലേ. ജ്യേഷ്ഠൻ, അനുജൻ, ഒരു പെങ്ങളെന്നും പറയാൻ ഇല്ലാത്ത അവസ്ഥയിൽ ഉമ്മയുടെ ചാരത്തിരുന്നെങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ആ ചെറിയ കുഞ്ഞ് ഭക്ഷണപാത്രത്ത് നോക്കി ഒന്ന് കരഞ്ഞു. ഉമ്മയുടെ മുഖത്ത് നോക്കി കരഞ്ഞു. അപ്പ ആ കുഞ്ഞിനെ ഉമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബീവി ആമിന റളിയല്ലാഹു അൻഹ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എന്റെ കുഞ്ഞെന്തിനാ കരഞ്ഞത്? ആ സമയത്ത് റസൂലുള്ളാഹിയാകുന്ന 5 വയസ്സോടടുത്ത കുഞ്ഞ് ചോദിച്ചു, ഉമ്മ, എന്റെ ഉപ്പയുടെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു? ഉമ്മ, എന്റെ ഉപ്പാന്റെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു? ഫബക്കത്ത് ബുക്കാഅൻ മദീദ. ആമിന ബീവി മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ കരഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞിന്റെ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു, മോനെ, നിങ്ങളുടെ ഉപ്പയുടെ മുഖം കാണണോ? ഹംസത്ത് എന്നവരുടെ മുഖത്ത് പോയി നോക്കിയാൽ മതി. നിങ്ങളുടെ എളാപ്പയായ ഹംസത്ത് എന്നവരുടെ മുഖത്ത്. ആ ഹംസത്ത് എന്നവരുടെ കരളല്ലേ ദീനിന്റെ പടയാളികളെ കടിച്ചു തുപ്പിയത്? ആ ഹംസത്ത് എന്നവരുടെ കരളല്ലേ പിച്ചു ചീന്തിയിരിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, എവിടെ വെച്ച് കണ്ടാലും ആ മനുഷ്യനെ, ഹംസത്ത് എന്നവരുടെ തലയെടുത്ത് തട്ടിക്കളിച്ച കാട്ടാളൻ, ക്രൂരനായ വഹ്ശിയെ നിങ്ങൾ പാഠം പഠിപ്പിക്കണം. ആ ക്രൂരനെ നിങ്ങൾ വെറുതെ വിട്ട്. റസൂലുള്ളാഹി പറഞ്ഞ സ്വഹാബത്ത് അടങ്ങിയിരിക്കോ? ഒരു മനുഷ്യനെയും ആക്രമിക്കരുതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലം തുഅ്മിനൂ ഹത്താ തുറാഹിമൂ, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നതുവരെ നിങ്ങൾ ആരും തന്നെ മൂമിനായി മരിക്കുകയില്ല. സ്വഹാബത്ത് പറഞ്ഞു, കുല്ലുനാ റഹീം, കുല്ലുനാ റഹീം. നബിയെ, ഞങ്ങളൊക്കെ പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ? ദാഹിച്ചു പിടയുന്ന സമയം ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുത്തുകൾ അവർക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോ എനിക്കത്ര ആവശ്യമില്ല, എന്നെക്കാളും ആവശ്യമുള്ള എന്റെ ഒരു സഹോദരനാണ് ആ കിടക്കുന്നത്. മോനെ, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയെ. സക്കറാത്തിന്റെ ഘട്ടത്തിൽ പിടയുന്ന സ്വഹാബികൾ സമുദ്രത്തിലെ ബഹറ് പോലെയുള്ള വെള്ളം ലഭിച്ചാലും ദാഹം തീരാത്ത സമയമാണ്.
അപ്പോഴാണ് അര ഗ്ലാസ് വെള്ളം കിട്ടുന്നത്. സഹബാടിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ സ്വഹാബികൾ, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ കുല്ലുനാ റഹീം, കുല്ലുനാ റഹീം, ഞങ്ങൾ എല്ലാവരും പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ? ലൈസ ബിറഹ്മത്തി അഹദിക്കും സ്വഹിബഹു, സ്വഹാബികളെ നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ മറ്റു ചില ആളുകളോട് കാണിക്കുന്ന കരുണയല്ല, വലഹ്മത്തുന്നാസ്, ലോകത്തുള്ള മുഴുവൻ ആളുകളോടും കരുണ കാണിക്കണം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിത്തങ്ങളാണ് പറയുന്നത്, സ്വഹാബികളെ, എന്റെ എളാപ്പയായ ഹംസത്ത് എന്നവരുടെ കരള് കടിച്ചു തുപ്പാൻ വെടിയൊരുക്കിയ വഹ്ശി എന്ന കാട്ടാളനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും പിടികൂടണം, അവനെ വിട്ടേക്കരുത്. ഓ എന്റെ ഈമാനുള്ള യുവ മനസ്സുകളെ, മാസങ്ങളങ്ങ് കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ഈ വഹ്ശി എന്ന ആ മനുഷ്യൻ വരുന്നു. ക്രൂരനെന്ന നാളുകൾ വിളിച്ചിരുന്ന ഈ മനുഷ്യൻ വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മുഖം മറച്ചു കൊണ്ടുവന്ന്, യാ റസൂലല്ലാഹ്, നബി തങ്ങളുടെ ചാരത്ത് നിന്ന് ഹംസത്ത് എന്നവരുടെ തലയെടുത്ത് ഉരുട്ടിക്കളിച്ച, ചവിടുന്ന് തട്ടിക്കളിച്ച വഹ്ശി എന്ന മനുഷ്യൻ തൊട്ടടുത്തു നിന്ന് നബിത്തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നബിയേ, ഉഹദി എന്ന് കേൾക്കുമ്പോ കൽബ് പൊട്ടൂല തങ്ങളെ. ഉഹദിൽ പിടയുന്ന ഹംസത്തി എന്ന നിങ്ങളുടെ ഉപ്പയുടെ രക്തമായ ആ മുത്തിനെ നിങ്ങൾ കാണുന്നില്ലേ അവിടുത്തെ കണ്ണിൽ? ആ ഹംസത്ത് എന്നവരുടെ തലയെടുത്ത് തട്ടിക്കളിച്ച വഹ്ശി എന്ന ക്രൂരൻ ഒരു ദിവസം തള്ളിക്കളയോ? റസൂലുള്ള പറഞ്ഞു, മോനെ, വഹ്ശി എന്ന് കേൾക്കുമ്പോ ഉഹദിൽ പിടയുന്ന എന്റെ എളാപ്പയെ കണ്ണിൽ പതിയുന്നു. പക്ഷേ ആ വഹ്ശി നന്നാവാൻ കൊതിച്ചുകൊണ്ട് എന്റെ അരികിലേക്ക് വന്നാലും എന്റെ എളാപ്പ കണ്ണിൽ പതിഞ്ഞാലോ അതുകൊണ്ട് ഞാൻ മുഖം തിരിച്ചേക്കാം. പക്ഷേ ആ വഹ്ശിയുടെ കൈ ഞാൻ പിടിച്ചു. തങ്ങളെ, ഞാനാണ് വഹ്ശി, നബിയേ, ഞാനാണ് വഹ്ശി. യജമാനത്തിക്ക് വടിപ്പെട്ടവനാണ്, യജമാനത്തി നിർബന്ധിച്ചു, ഞാനത് ചെയ്തു. എളാപ്പയാണെന്ന് എനിക്കറിയാം. ഹംസത്ത് എന്നവര്, ആ ഹംസത്ത് എന്നവരുടെ തലയെടുത്ത് ഉരുട്ടിക്കളിച്ച വഹ്ശി ഞാനാണ് നബിയേ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ ഇമാം വഹ്ശി റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ കറാർ ചൊല്ലു സഹോദരങ്ങളെ, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ഹംസത്ത് എന്നവരുടെ പേര് പറയുമ്പോ എന്താണ് ഒരു മുസ്ലിം പറയുന്നത്? അതേ പേര് ഇമാം വഹ്ശി റളിയല്ലാഹു അൻഹു. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നാട്ടുകാരെ നമ്മൾ? റമദാൻ കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളൊരു ആശയത്തിലേക്കാണ് ഞാൻ ഈ പ്രസംഗം കൊണ്ടുവരുന്നത്. വിശുദ്ധ റമദാൻ കഴിഞ്ഞു. ഈ റമദാനിൽ പല ആളുകളും മരണപ്പെട്ടു. നമ്മുടെ കൂടെയുള്ള പല ആളുകളും രോഗികളായി. നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുമായി നടക്കുന്നു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹംസത്ത് എന്നവരുടെ പേരുകൾ ചെല്ലുന്ന മുസ്ലിമീങ്ങൾ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോഴും ഇമാം വഹ്ശി റളിയല്ലാഹു അൻഹു നബിത്തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി തുള്ളിച്ചാടിയ ഒരു മനുഷ്യനാണ് ഉമർ. ഇന്ന് അമീറുൽ മുഅ്മിനീനാണ്, രണ്ടാം ഖലീഫയാണ്, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ നേതാവാണ്, അമീറാണ്. റസൂലുള്ളാഹിന്റെ തലയെടുത്താൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയ വ്യക്തിയല്ലേ. 70 ചില്ലാനം പെൺകുട്ടികളെ അറുത്തു കളഞ്ഞ ഒരു മനുഷ്യനെ സ്വഹീഹുൽ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്. ദഹിയത്ത്. ആ ദഹിയത്തിന്റെ പേരെന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, അബൂജഹൽ ലഅനത്തുല്ലാഹ്. ചൊല്ലു, അബൂജഹൽ, കാട്ടുകള്ളൻ അബൂജഹൽ ലഅനത്തുല്ലാഹ്. പഹയൻ അബൂജഹൽ ലഅനത്തുല്ലാഹ്. അബൂജഹലിന്റെ മകനല്ലേ നാട്ടുകാരെ ഇക്രിമ റളിയല്ലാഹു അൻഹു.
അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുള്ള പറയുന്ന മുസ്ലിമീങ്ങൾ ബദ്ർ യുദ്ധം നടക്കുന്ന സമയത്ത് അബൂജഹലിന്റെ വലങ്കൈയായി സ്വഹാബികളെ കല്ലെടുത്തറിയാൻ തുള്ളിച്ചാടിയ ഒരു മനുഷ്യനായിരുന്നു ഇക്രിമ. പക്ഷെ ആ ഇക്രിമയുടെ പേര് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ഇക്രിമയുടെ പേര് കേൾക്കുമ്പോ തർളിയത്ത് ചൊല്ലുന്നുവെങ്കിൽ ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ, നമ്മൾ സാധുക്കളല്ലേ? മത്താ അൽഖാ ഇഖ്വാനി, ഞാൻ എന്റെ കുട്ടികളെ എന്ന് കണ്ടുമുട്ടും. റസൂലുള്ള ചോദിച്ചു, ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. സിദ്ദീഖ് തങ്ങളെ പോലെയുള്ളവർ പറഞ്ഞു, നബിയേ അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ തങ്ങളെ? ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. ഓ എന്റെ സിദ്ദീഖേ, എന്റെ കുട്ടികൾ ആരാണെന്നറിയോ? എന്റെ യുവ മനസ്സുകളെ റസൂലുള്ള പറയുന്ന വാചകങ്ങൾ കണ്ടോ? വഇഖ്വാനി വഫീ റിവായത്തിൻ വഔലാദി അല്ലദീന ആമനൂ ബി വലം യറൂനി. ആരാണ് എന്റെ കുട്ടികളെന്നറിയോ സിദ്ദീഖേ? എന്റെ കൂടെ നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, മദീന പള്ളിയിൽ ഞാൻ ഇങ്ങനെ കടന്നു വരുമ്പോ എന്റെ മുഖത്ത് നോക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു പടി മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരാനുണ്ട്. അവർ സാധുക്കളാണ്. അവരെന്നോട് വെറുത്തിട്ടൊന്നും ചെയ്യുകയല്ല. ശൈത്താൻ എന്റെ മക്കളെ പഠിപ്പിക്കുമ്പോ മത്താ അൽഖാ ഇഖ്വാനി, അന്ന് എന്റെ മക്കളെ ഞാൻ എന്ന് കണ്ടുമുട്ടില്ലേ? ആ കുട്ടികളെ ആര് കൈപ്പിടിക്കാനുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ മുസ്ലിമീങ്ങളെ നമ്മൾ? ഈ ഉപ്പാപ്പയുടെ കുട്ടികളല്ലേ? പെരുന്നാൾ ദിവസം ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് മദീനയിലേക്ക് നമ്മുടെ മനസ്സൊന്ന് ഞാൻ അടുപ്പിക്കുന്നത്. ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടുമെന്ന് ചോദിച്ചത് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉപ്പാപ്പ നമ്മളെ കൊടുക്കോ, നമ്മെ കൈയൊടിക്കോ, നാം ഒന്ന് വിലയിരുത്തുക. മാത്രമല്ല, നമ്മെ പടച്ച യജമാനനായ റബ്ബ് അവൻ കാരുണ്യവാനല്ലേ? അവൻ റഹ്മാനല്ലേ? അവൻ റഹീമല്ലേ? അല്ലാഹു റഊഫാണ്. അവന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, എന്റെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മഹദിയ ഖദീജ ബീവി എന്ന് പറയുമ്പോ അതൊരു വല്ലാത്ത മുത്തായിരുന്നു. ഖദീജ ഉമ്മ വഫാത്താകുന്നത് വരെ റസൂലുള്ളാഹ് മറ്റൊരു കല്യാണം കഴിച്ചില്ലെന്നുള്ളത് നമുക്കറിയാം. യാ ആയിഷു, സ്വഹീഹായ ഹദീസിൽ കാണാം റസൂലുള്ളാഹ് ആയിഷ ബീവി വിളിച്ച പദേ യാ ആയിഷു. ആ വിളി കേട്ടപ്പോ സന്തോഷം കൊണ്ട് ആയിഷ ഉമ്മ കരഞ്ഞിട്ടുണ്ട്. യാ ആയിഷു എന്നുള്ള വിളി. അൽഹംദുലില്ലാഹ്, ആയിഷ ബീവിക്ക് എന്ത് കിട്ടിയാലും എന്റെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, എന്ത് കിട്ടിയാലും എല്ലാം എടുത്തു വെക്കും എന്നാണ് റസൂലുള്ളാഹ് എന്റെ വീട്ടിൽ വരുന്നത്. അന്ന് ഞാൻ അവിടുത്തെ തൊട്ടടുത്തിരുന്ന് അങ്ങനെ കഴിക്കും. അത് വെച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്ന കാണാം, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച വലിയ ബർക്കത്താണ്. ഭർത്താവ് ഭാര്യയ്ക്ക് വല്ലതും എടുത്തു കൊടുക്കുക. വൻപ് എണുപ്പടൊക്കെ മറിച്ചാണ്, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കില്ല. ഭർത്താവ് ഭാര്യയുടെ വായിലേക്ക് വല്ലത് വെച്ചു കൊടുക്കുക, വല്ലാത്ത ഐശ്വര്യ. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആ ഒരു മനസ്സ് വല്ലാത്തൊരു മനസ്സാണ്. ഭാര്യ ഇങ്ങോട്ടൊക്കെ തരുമ്പോൾ അങ്ങോട്ട് എടുത്തു കൊടുക്കാനോ വലിയ മനസ്സിനെ എനിക്ക് ഉണ്ടാകുമെങ്കിൽ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഇബാദത്താണ് തബസ്മുക ഫീ വജ്ഹി സൗജതിക. ഞാനിപ്പോ അത് പറയുന്നത് പറ്റുമെങ്കിൽ എന്നോട് നമ്മളെ തങ്ങളാപ്പ വരെന്ന് വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയണട്ടാണ്. ഞാൻ വേറെ മേഖലയുടെ പ്രസംഗിക്കാനാണ് കരുതിയിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ അവസാനം ഒരു നിശ്ചിത സമയം വെച്ചാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ അവസരം കിട്ടിയാൽ ഞാൻ ചിലത് പറയും. ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയും ഹബീബിങ്ങളെ, അള്ളാഹു തൗഫീക്ക് ചെയ്യണം. ചിരിക്കാത്ത കുറെ മനുഷ്യന്മാരുണ്ട്, നമ്മളെ ഇന്ത്യയിലില്ലാന്ന് മാത്രം. അങ്ങനെ പറയാ, എന്നാലേ ഇപ്പൊ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് ചിരിക്കാത്ത മനുഷ്യന്മാര്. ഞാൻ ആചേർപ്പള്ളി മലപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ ബാഗിന് പോയി. അപ്പൊ ഒരു പെണ്ണൊരു ചെറിയ എടുത്തു കൊടുത്തേച്ചു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലായി, ഇതുവരെ എന്റെ ഭർത്താവിനോട് ചിരിക്കുന്ന കണ്ടിട്ടില്ല. ഇന്ന് ബാദിന്റെ സദസ്സിൽ ചിരിച്ചിട്ടാന്ന് വരക്കണം. എത്തങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായ എത്ര മനുഷ്യന്മാരുണ്ട്. അങ്ങാടി ചെന്ന നല്ല ചിരിയും കളിയ, പള്ളി ചെന്ന അതിനേറെ ചെറിയ, ഭാര്യയുടെ അടുത്തങ്ങ് ചെന്ന ആഫ്രിക്കൻ കുരങ്ങ് മോഡൽ. എന്ത് മനുഷ്യന്മാര്, എന്തൊരു മനുഷ്യന്മാര്. ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്. നസറത്ത് ബിഹിമുർ റഹ്മാ,
ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നെങ്ങനെ ചായ കുടിക്കുമ്പോ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചാൽ നസലത്ത് ബിഹിമുർ റഹ്മ, ആ ദമ്പതികൾക്ക് വല്ലാത്ത ഐശ്വര്യം കൊടുക്കുന്നു. ഇതൊക്കെ ദീന പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി അതിന് കാത്തിരിക്കുകയാണ്. 2 ഈത്തപ്പഴം ലഭിച്ചു. ആ ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി എടുത്തു വെക്കുന്നു. ആ സമയത്ത് ഒരു ഉമ്മ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് കഴിക്കാൻ 2 ഈത്തപ്പഴം ഞാൻ എടുത്തു വെച്ചിരുന്നു. അപ്പോ റസൂൽ ആയിഷ ബീവി നബി തങ്ങളോട് പറയാ, ഒരു ഉമ്മ വന്ന് എന്നോട് പറഞ്ഞു, പ്രായം കൊള്ള നോക്കുമ്പോ മോളെ എന്റെ മക്കളുടെ പ്രായം നിങ്ങളുള്ളൂ. ഈ ഉമ്മ പറയാ, റസൂലുള്ളാന്റെ ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. മോളെ, ആ പിടയുന്ന 2 കുട്ടികളും എന്റെ മക്കളാണ്. ആ കുട്ടികളുടെ ബാപ്പുണ്ടായിരുന്നുവെങ്കിൽ ആയിഷ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരില്ല. അതുകൊണ്ട് ഒരു ഈത്തപ്പഴം തന്ന 2 പൊളിയാക്കിയിട്ട് ആ മക്കൾക്ക് ഞാൻ കൊടുക്കും. മോളെ, ഒരു ഈത്തപ്പഴം തരാനുണ്ടോ? ഒരു ഉമ്മ വന്ന് ചോദിച്ചു. നബിയേ, ഞാൻ എടുത്തു വെച്ച 2 ഈത്തപ്പഴം എടുത്താ ഉമ്മാക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ റസൂലുള്ള പറയാ, ആയിഷ, ആ ഈത്തപ്പഴം പോയതിനാ നിങ്ങൾ കരഞ്ഞത്? അല്ല നബിയേ, ഞാൻ അതിന് വേണ്ടിയല്ല. ഞാൻ ആ ഈത്തപ്പഴം കൊടുത്തപ്പോ ഉമ്മ എന്താ ചെയ്തതറിയാ? ഒരു ഈത്തപ്പഴം എടുത്ത് 2 പൊളിയാക്കി ആ മക്കളുടെ അരികിൽ ചെന്നിരുന്ന് 2 ആൾക്കും കൊടുത്തു. ആ മക്കൾ ഇങ്ങനെ കഴിക്കുമ്പോ വിശന്നിട്ടിയ ഈ ഉമ്മ 2ാമത്തെ ഈത്തപ്പഴം എടുത്ത് ഒരു കഷ്ണം 2 പൊളിയാക്കി അതിൽ നിന്ന് ഒരു കഷ്ണം ആ ഉമ്മ വായിലേക്ക് വെക്കുമ്പോ ചെറിയ പൈതല് ഉമ്മാന്നങ്ങ് വിളിച്ചപ്പോ, നബിയേ, ആ ഉമ്മ എന്താ ചെയ്തത് അറിയാ? വായിലേക്ക് എടുത്തു വെച്ച ആ പഴം അത് കൈകൊണ്ട് എടുത്തിട്ട് വീണ്ടും ആ മക്കൾക്ക് അങ്ങ് കൊടുത്തു. ആ ഉമ്മ ഒറ്റ കഷ്ണം തൊട്ടതേയില്ല, മുഴുവൻ ആ കുട്ടികൾക്ക് കൊടുത്തു. ഒരു ഉമ്മ മക്കളോട് കാണിക്കുന്ന കൃപ കണ്ടപ്പോ ഞാനങ്ങ് കരഞ്ഞതാണ്. ആയിഷ, നബിയേ, എന്റെ ആയിഷ, ഒരു ഉമ്മ മക്കളോട് കാണിക്കുന്ന കൃപ കണ്ട് റബ്ബ് അവന്റെ അടിമകളോട് കാണിക്കുന്ന കൃപ കണ്ടാൽ ആയിഷ എത്ര കരയും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ റബ്ബിന്റെ അടിമകളല്ലേ സഹോദരങ്ങളെ നമ്മൾ? ആയിഷ, അല്ലാഹു അടിമകളോട് കാണിക്കുന്ന കൃപ കണ്ടാൽ എത്ര കരയും. ആ കൃപ അല്ലാഹു അടിമകൾക്ക് ചൊരിച്ചു കൊടുക്കാൻ വർഷത്തിൽ 10 ദിവസം പ്രത്യേകമായി എടുത്തു വെച്ചു. ആ 10 ദിവസം കഴിഞ്ഞില്ലേ അനുജന്മാരെ? എന്റെ യുവ മനസ്സുകളോട് ഞാൻ നമുക്ക് രക്തങ്ങൾ നൽകി ചോദിക്കട്ടെ, എന്റെ അനുജ, ആ 10 ദിവസം കഴിഞ്ഞില്ലേ? അടുത്ത റമദാനിലെ 10 നമ്മൾ ജീവിച്ചിരിക്കോ വല്ല ഉറപ്പുണ്ടോ? മാത്രമല്ല, യഖ്റുജു മിനന്നാരി ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതനി കുന്തു ദാലിക റജുല. ഓ യുവ മനസ്സുകളെ, ചില ആളുകളെ അല്ലാഹു തആല 500 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കും. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. വേറെ ചില ആളുകളെ അല്ലാഹു 1000 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കും. കേട്ടോളൂ, മഹാന്മാരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, 1000 കൊല്ലം കുല്ലമാ നദുജിത്തു ജുലൂദുഹും ബദ്ദൽനാഹും, നരകത്തിൽ കടന്ന് വെന്തളിയും മുസ്ലിമീങ്ങളെ, കരിക്കട്ട പോലെ കരിയും. വീണ്ടും അല്ലാഹു ഹയാത്താക്കും. വീണ്ടും വിറകുകൾ കത്തുന്നത് പോലെ 2 കാലുകൾ കത്തും. അല്ലാഹു കാക്കട്ടെ, അവന്റെ ഒരു ചെറിയ കൃപ നമുക്ക് നൽകുമാറാവട്ടെ. 2 കാലുകൾ വിറകുകൾ കത്തുന്നത് പോലെ ആളിക്കത്തും. ഹദീസിൽ കാണാം, ആ സമയത്ത് 1000 കൊല്ലം സഹിച്ച ഒരു ചെറുപ്പക്കാരൻ, യാ അല്ലാഹ് അൻത അർഹമുർ റഹീമീൻ, അൻത അർഹമുർ റഹീമീൻ. യുവാക്കളെ, ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യം ഹദീസിൽ കാണാം. കരിഞ്ഞ് വീണ്ടും ഹയാത്തായി, വീണ്ടും കരിഞ്ഞ് കരിക്കട്ട പോലെ കരിഞ്ഞ് വീണ്ടും കാലുകളങ്ങ് കത്തിപ്പിടിക്കുമ്പോ ഒരു കുട്ടി പറയും, അല്ലാഹ് അൻത അർഹമുർ റഹീമീൻ. ഒന്നും പറയുന്നില്ല, 3 പ്രാവശ്യം. അപ്പൊ അല്ലാഹു പറയും, മലക്കുകളെ, അവനങ്ങ് കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. ആ സമയത്ത് ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് മലായിക്കത്ത് കൊണ്ടുപോകുമ്പോ തൊട്ടുപുറത്ത് കിടക്കുന്ന അയൽപ്പക്കക്കാരൻ, വലൈതനി കുന്തു ദാലിക റജുല, ആ അയൽപ്പക്കത്തുള്ളവൻ പറയുന്നു, പടച്ചവനെ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ആ മനുഷ്യൻ പറയുന്നൊരു വാചകമാണ്,
പടച്ചവനെ നിന്നോട് വെറുത്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടി പറയാ 1000 കൊല്ലത്തിന് ശേഷം ഹദീസിൽ കാണാം, നിന്നോട് വെറുത്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പടച്ചവനെ നിന്റെ മുത്തുനബിയോട് വെറുത്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇസ്ലാമിനോട് അവഹേളന നടത്തിയിട്ടോ ഇസ്ലാമിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചോ പടച്ചവനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് മറ്റു മതക്കാരനായി ജീവിച്ചുകൂടെ? പടച്ചവനെ നിന്റെ ദീനിനോട് വെറുത്തൊന്നും ചെയ്തില്ല. ശൈത്താൻ എന്നെ പഠിപ്പിച്ചു, ലാ തുഅദ്ദിബ്നി ബികസ്റത്തി ദുനൂബി അൻത ഖാദിറുൻ അലാ അൻ തർഹമനി. പടച്ചവനെ എന്റെ കൂടെ കിടന്നവനെ നീ സ്വർഗത്തിൽ കിടത്തിയില്ലേ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ലേ? എന്നെയും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ നിന്റെ ഖജനാവിൽ വല്ലതും കുറയോ? പടച്ചവനെ എന്നെ വീണ്ടും എന്റെ കൂടെയുള്ളവനെ നീ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക്, എന്നെ വീണ്ടും ഈ നരകത്തിലിട്ട് അങ്ങനെ പൊരിക്കുന്നത് കൊണ്ട്, പടച്ചവനെ എന്നെ പൊരിച്ചു കളയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് നിനക്ക് കിട്ടാനുണ്ടോ? നിന്റെ ഒരു അടിമയല്ലേ? ലാ തുഅദ്ദിബ്നി ബികസ്റത്തി ദുനൂബി അൻത ഖാദിറുൻ അലാ അൻ തർഹമനി. പടച്ചവനെ അതുകൊണ്ട് എന്നെയും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് വിട്ടാൽ ഈ മനുഷ്യനങ്ങ് കരയുമ്പോൾ യാ റിളവാൻ, മലക്കുകളെ അവനെയും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. അൽഹംദുലില്ലാഹ്, അവനാണ് ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ പോകുന്നത്. ലഹുദ്ദുൻയാ വഅശറത്തു അംസാലിഹാ. സ്വഹാബികളെ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് കേൾക്കണോ? ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളുമാണ്. ആ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കുന്ന ഖാദിമീങ്ങൾ 70,000 മലക്കുകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ റബ്ബിന്റെ അടിമകളല്ലേ നാട്ടുകാരെ, നമ്മൾ സാധുക്കളല്ലേ? അല്ലാഹു തആല നമുക്ക് വേണ്ടി 10 ദിവസം മഗ്ഫിറത്ത് എന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കാനായി അല്ലാഹു തആല 10 ദിവസം നീക്കിവെച്ചു. ആ 10 കഴിഞ്ഞില്ലേ? ഇതുക്കുമ്മിനാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10 കഴിഞ്ഞു. ഇങ്ങനെ 3 10കൾ കഴിഞ്ഞിട്ടാണ് പെരുന്നാളിൽ ഇതുപോലെയുള്ള മജ്‌ലിസുകൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. ഇന്നത്തെ ഖുത്ബയിൽ ഒരു ആശയം പറഞ്ഞു. ഈ റമളാൻ അൽഹംദുലില്ലാഹ് സ്വർഗത്തിലേക്ക് സാക്ഷി പറയുന്ന ഒരവസ്ഥയിലേക്ക് ഏതെങ്കിലും മനുഷ്യൻ എത്തിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടോ? ഭാഗ്യവാനാണ്. ഈ റമളാൻ എങ്ങാൻ അവനെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന രൂപത്തിലാണോ ഈ മാസത്തെ അവന് പറഞ്ഞു വിട്ടത്? അവൻ എന്തിനാ പെരുന്നാൾ കഴിക്കുന്നത്? ഖുത്ബയിലെ ആകത്തുക എന്ന നിലയ്ക്ക് ഒരു ഭാഗം ഓർമ്മപ്പെടുത്തിയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഇത് ഹക്കല്ലേ, യാഥാർത്ഥ്യമല്ലേ? അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. റമളാനിന്റെ പഴയ ഉസ്താദുമാർ ഇരിക്കുന്ന മുത്തുകൾക്കൊക്കെ അറിയാം, റസൂലുള്ളാഹിന്റെ മക്കൾക്കൊക്കെ അറിയാം. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്നൊരു സലാം അങ്ങ് ചൊല്ലിയാൽ ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉപ്പാപ്പമാര് കരഞ്ഞിരുന്നു. അവസാനത്തെ വെള്ളിയാഴ്ച കരയുന്നതിന് കണക്കില്ല. നാട്ടുകാരെ, ഞങ്ങളൊക്കെ മുത്തഅല്ലിമീങ്ങളെ ദർസ് പഠിക്കുമ്പോ അവസാനത്തെ വെള്ളിയാഴ്ച സലാം പറച്ചിലങ്ങ് കേട്ടാൽ അകത്തെ പള്ളി കണ്ണീരിലായി പോകും. അകത്തെ പള്ളി മൊത്തം കണ്ണീരിലായിരിക്കും, എല്ലാവരും കരയും. അവസാനത്തെ വെള്ളിയാഴ്ച അതൊരു വല്ലാത്ത കരച്ചിലിന്റെ ദിവസമാണ്. പക്ഷേ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ആ റമളാൻ നമ്മുടെ അരികിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. നാം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉറപ്പായി എടുത്തു വെക്കാനോ പറയാനുണ്ടോ? അല്ലാഹു തആല നമുക്ക് ദീനിന്റെ ഖാദിമീങ്ങൾ പെടുത്തി തെരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ നല്ലവരായ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ നമ്മുടെ അരികിൽ നിന്ന് കഴിഞ്ഞു. നല്ലൊരു ദിവസം പെരുന്നാൾ എന്ന നിലയ്ക്ക് നമ്മുടെ അരികിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ പെരുന്നാൾ കഴിക്കാത്തവരും ഇന്ന് ഉണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ മക്കൾ നമ്മുടെ അരികിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. 4 വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ, ഞാൻ ഇന്ന് ചില സൂചനകൾ മാത്രം, 4 കൂടി പറയില്ല. ഞാനൊരു സമയം കൃത്യ ആ രൂപത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ ഈ പ്രഭാഷണം നിർത്തും. 4 വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു കാത്തുമാറാവട്ടെ. 4 വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ ഈ റമളാൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുകയില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അന്ത്യദിനമടുക്കുന്ന സമയത്ത് അംവാജുൽ ബല പദം കണ്ടോ നിങ്ങള്? അംവാജുൽ ബലാഇ, സമുദ്രത്തിലെ തിരമാലകൾ അടിച്ചു വീശുന്നത് പോലെ പ്രശ്നങ്ങളും ഹമ്മുകളും പ്രശ്നങ്ങളും രോഗങ്ങളും പടർന്നു പിടിക്കും. മഹാന്മാർ ആ ഹദീസ് വിശദീകരിച്ച് മഹത്തുക്കൾ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ 100 ആളുകളുള്ള സദസ്സിൽ വെച്ച് രോഗമുള്ളവർ, ഈ സദസ്സിലുള്ളവർക്കോ കുടുംബങ്ങളിലോ രോഗമുള്ളവർ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകളെ എഴുന്നേൽത്തി നിൽക്കാൻ ഉണ്ടാവൂ. ഇനിയോ ഒരു രംഗം വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്. കുടുംബത്തിലോ ഇരിക്കുന്നവരിലോ ഭാര്യയിലോ മക്കളിലോ ഉമ്മയിലോ ബാപ്പയിലോ തുടങ്ങി രോഗമുള്ളവരെ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്നവര്, എഴുന്നേൽക്കാതെ ഇരിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. 99% എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയം വരാനുണ്ട് സ്വഹാബികളെ. രോഗങ്ങൾ പടർന്നു പിടിക്കും. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ. ഈ കൂടിയ ഞാനടക്കമുള്ള നമ്മിൽ നമ്മുടെ രക്തങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് അങ്ങ് നോക്കിയിട്ട് ഒരു രോഗവുമില്ലാത്ത എത്ര പേരുണ്ട്? മനസ്സാട്ടോട് ചോദിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ രംഗം വിവരിച്ചു. പക്ഷേ ഇമാം ബുഖാരിയെ പോലെയുള്ള മഹത്തുക്കൾ പരസ്പരം അവർ വിവരിക്കുകയാണ് ഇതിന് പരിഹാര മാർഗങ്ങൾ, പരിഹാര വഴികൾ. അതിൽ 4 വിഷയങ്ങൾ അവിടെയും സൂചിപ്പിക്കുകയാണ്. അംവാജുൽ ബലാ, രോഗങ്ങളാകുന്ന തിരമാലകൾ, സമുദ്രത്തിലെ തിരമാലകൾ അടിച്ചു വീശുന്നത് പോലെ തിരമാലകൾ അടിച്ചു വീശും. സമുദ്രത്തിലെ തിരമാലകൾ അടിച്ചു വീശുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രോഗങ്ങൾ ആർക്കാണ് എന്റെ സഹോദരങ്ങളെ? നല്ലോണം ചൊല്ലിക്കൊള്ളി, മുഹമ്മദ് മുസ്തഫ. ഈ പ്രഭാഷണം കഴിയുമ്പോഴേക്കും ചുരുങ്ങിയത് 15,000 സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണം. എന്നിട്ട് നമുക്ക് ഫലസ്തീനിലെ പാവങ്ങൾക്കൊന്ന് റസൂലുള്ളാഹിന്റെ മക്കളെ കൊണ്ട് ദ്വാരിപ്പിക്കണം. അതിനാണ് ഞാൻ അവിടുന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് ഈ പേര് ആവർത്തിക്കുന്നത്. ഒരുമിച്ചിരുന്ന് 10,000 സ്വലാത്ത് നമുക്ക് ഈ സാഹചര്യമൊക്കെ ഇല്ല. പക്ഷേ അറിയാതെ വിഷയത്തിൽ കൊണ്ടുവരും. അത് നിങ്ങൾ ചൊല്ലണം. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സ്വലാത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള വേറൊന്നും നമുക്ക് കഴിയൂല. പക്ഷേ ഈ ദുആയിൽ അങ്ങ് പോകട്ടെ. ഒരു 15,000 ഞാൻ ഈ സദസ്സ് കാണുമ്പോൾ നമുക്ക് വിചാരിച്ചാൽ ഒരു 25,000 സ്വലാത്ത് ഇന്ന് ഉപ്പാപ്പാന്റെ അരികിലേക്ക് ഒന്ന് എത്തിച്ചുകൂടെ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പ്രഭാഷണം കഴിയുമ്പോഴേക്കും ഒരു 60ഓ 65ഓ പ്രാവശ്യം ഞാൻ അത് ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഞാൻ ഇങ്ങനെ പറയും. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ സഹോദരങ്ങളെ, രോഗങ്ങൾ പടർന്നു പിടിച്ചൊരു സുഗർ പിടിപെട്ട് കഴിഞ്ഞാൽ ഇനി ഓർത്തു നോക്കൂ യുവാക്കളെ, നമ്മുടെ നല്ല തിളപ്പുള്ള സമയമാണിപ്പോ. പക്ഷെ ഒരു ചെറിയ ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാലെന്താ പറയും? അതിലുപരി ഒരു ചെറിയ സുഗർ പിടിപെട്ട് കഴിഞ്ഞാൽ കോടികൾ കൊടുത്തിട്ട രോഗം മാറ്റാൻ ആർക്കാണ് കഴിയാന്ന്? റസൂലുള്ളാഹിന്റെ മക്കൾ 4 മുത്തുകൾ, സാദാത്തുക്കൾ, അൽഹംദുലില്ലാഹ് 4 മഹാന്മാർ നമ്മുടെ സദസ്സിലുണ്ട്. വലിയ ഉസ്താദുമാർ നമ്മുടെ നേതൃത്വമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ അവരെ എത്തിയൊന്ന് പറയട്ടെ. ഒരു സുഗർ പിടിപെട്ട് കഴിഞ്ഞാൽ ആ രോഗം നമ്മുടെ കുവൈത്തിൽ 25 കൊല്ലം കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലൊരു 10 ലക്ഷം രൂപ കയ്യിരിപ്പുണ്ടാക്കിയിട്ട് ഈ സുഗറൊന്ന് മാറ്റി നാട്ടിലേക്ക് പോകാൻ യുവ മനസ്സുകളെ ആർക്ക് കഴിയും? അങ്ങനെ സംഭവം നമുക്ക് വല്ലതും പറയാൻ വല്ലതുണ്ടോന്നും? കാശ് കൊടുത്തിട്ട് സുഗർ മാറ്റാൻ വല്ലാത്ത പ്രയാസം തന്നെയാണ്. ഇരിക്കട്ടെ, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു അനുഭവം പറയട്ടെ. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. ഒരു മുഹിബായ നമ്മുടെ സംഘകുടുംബത്തിൽ വലിയ ആജി ആളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴേ എല്ലാം റെഡി, തപ്പലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആചാരെന്തെങ്കിലും തൊടണ്ട, ഒന്നും തൊടുന്നുമില്ല. അപ്പൊ ഞാൻ ചപ്പാത്തി എടുത്തിട്ട് മുറിച്ച് ആചാര്യ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അപ്പൊ ആജി പറഞ്ഞു, പറ്റൂലാറ്, ചപ്പാത്തി തൊടാൻ പറ്റൂലല്ലോ, എണ്ണ ഉണ്ടേറും. അപ്പൊ നല്ല രസികനാണ്. അപ്പൊ ഞാനാണ് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആചാര്യെ നിങ്ങൾക്ക് പള്ളിക്കാട്ട് പോയി കിടന്നൂടെ ചോദിച്ചു. അറിയാതെ തമാശകൾ ചോദിച്ചു പോയി. ഒരു വസ്തു ആജിക്ക് വേണ്ട, ചായയും വേണ്ട, വെള്ളം വേണ്ട,
ഇനി അവിടെ എല്ലാ ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും ഒന്നും വേണ്ട. അപ്പൊ ഞാൻ അജയരോട് പറഞ്ഞു, നമുക്ക് പള്ളിക്കാട്ട് പോയി കിടന്നോടെ. ഇയാള് എന്റെ മുഖത്തങ്ങോട്ട് നോക്കി മൂക്കത്ത് കൈവച്ചു. എന്താണ് ഞാൻ പറഞ്ഞു പോയത്? അപ്പൊ ഞാൻ ചോദിച്ചു, അജയരെ നിങ്ങളെ വീടിന്റെ മുറ്റത്ത് മുൻഭാഗത്ത് 1 സെന്റ് ഭൂമിക്ക് എത്ര വില? അപ്പൊ അജയര് പറഞ്ഞു 18-20 കിട്ടും. 18,000 അല്ലട്ടാ, 18 ലക്ഷം 20 ലക്ഷത്തിന്റെ കഥ. അപ്പൊ 18-20 കിട്ടും. ഞാൻ പറഞ്ഞു, എന്നാ 18 കൂട്ടുക, 20 അടക്കട്ടെ. 18 ലക്ഷം 1 സെന്റ് വിറ്റാ കിട്ടുംല്ലേ? നിങ്ങൾക്ക് എത്ര ഏക്കർ സ്ഥലം ഉണ്ട്? ആ മനുഷ്യൻ അള്ള കൊടുത്ത കോടികൾക്ക് കണക്കില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, 1 സെന്റ് ഭൂമി മാത്രം വിറ്റിട്ട് അജരെ 18 ലക്ഷം വാങ്ങി അത് കൊടുത്ത് ഈ മേശപ്പുറത്തുള്ള ഇത് മാത്രം കടിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? 18 ലക്ഷം കൊടുത്തിട്ട് ഈ മനുഷ്യൻ തരിച്ചു. നാട്ടുകാരെ, അതൊരു യാഥാർത്ഥ്യല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സുഗറും പിടിപെട്ട 18 ലക്ഷം കൊടുത്തിട്ട് മാറ്റാൻ കഴിയോന്ന്? ഇതൊരു ഹക്കായ കാര്യമല്ലേ? ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ദുആ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത വല്ലതുമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ 4 വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയാണ് അവിടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ 7 കാര്യങ്ങൾ മറ്റൊരു ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം പോലെ 2-3 സൂചനകൾ ഞാൻ നൽകും. ഒന്ന്, എന്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിത്തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അൽ മുതഹാബ്ബൂന ലഹും മനാബിറു മിൻ നൂരിഹി യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാഇ. ചങ്ങാതിമാർ, നാട്ടുഭാഷ ഞാൻ പറയട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹിതന്മാർ, സഹോദരങ്ങൾ, വിശുദ്ധമായ റമളാൻ, ആ റമളാൻ കഴിയുന്നു. സ്നേഹിതന്മാർ തമ്മിൽ ഒരു റൂമിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു സഹോദരങ്ങൾ, കൂട്ടുകാർ തമ്മിൽ ഏതെങ്കിലും രൂപത്തിൽ മനസ്സിലൊരു കറ വെച്ചുകൊണ്ടോ പിണക്കം വെച്ചുകൊണ്ടോ ഈ റമളാനിനെ വിട ചൊല്ലിയാൽ, റമളാനിനെ യാത്ര പറഞ്ഞു വിട്ടാൽ, റമളാനിനോട് സലാം പറഞ്ഞു പോയാൽ, സ്വഹാബികളെ, ലം യഖ്ബലില്ലാഹു മിൻഹും സർഫൻ വലാ അദ്ലാ. അല്ലാഹു തആല ഒരു അമലും സ്വീകരിക്കുകയില്ല. ആ മനുഷ്യന്റെ ഒരു അമലും ഫർളൻ വലാ സുന്ന, ഫർളും അല്ലാഹു സ്വീകരിക്കില്ല, സുന്നത്തും അല്ലാഹു തആല സ്വീകരിക്കില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ. കൂട്ടുകാർ, ചങ്ങാതിമാർ, ബിസിനസ്സുകളും മറ്റുമൊക്കെ പങ്കാളികളായവർ എന്തോ പറയട്ടെ, കാരണങ്ങൾ പലതുമുണ്ട്. അങ്ങ് മൂത്രത്തിൽ കിടന്നാൽ എല്ലാവരും വേണ്ടി വരും. മൂത്രത്തിൽ കിടന്നാൽ വേണ്ടി വരും. ഒരു ഭാഗം തടന്നാൽ കൂടെയുള്ള പഴയ കൂട്ടുകാരൊക്കെ വേണ്ടിവരും. അതുകൊണ്ടാണ് ദഅവത്തുൽ അഖി ലി അഖീഹിൽ ഗായിബി മുസ്തജാബ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്ത് കാണാത്ത കേൾക്കാത്ത വിധത്തിൽ വൈബത്തിൽ വെച്ചുകൊണ്ടൊരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന് ദുആ ചെയ്താൽ മുസ്തജാബ, ഉത്തരമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നാട്ടുകാരെ നമ്മൾ? കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യാം. 2 കാര്യം അത് പറഞ്ഞ ഞങ്ങൾക്കൊരു വെറുപ്പൊന്നുണ്ടായത് പടയെ പോയി. അതൊരു വിഷമം തന്നെയാണ്, അത് പ്രശ്നമാണ്. എന്തു പറഞ്ഞാലേ എന്തപ്പ ഹാല് ഇക്കൊല്ലത്തെ റമദാൻ എന്താ അങ്ങനെ പോണത്? ആരക്കേട്ടാ പ്രശ്ന. എവിടെ ചെന്നാലും അതെല്ലായിടത്തും കേൾക്കുന്ന ഒരു ആശയമാണ്. അല്ലാഹു തആല നമ്മുടെ മനസ്സ് റാഹത്തുള്ളാക്കി തരുമാറാട്ടെ. ഞാനൊരു 10-14 കൊല്ലം മുമ്പ് ഞാനത് പറഞ്ഞ CD തന്നെ ഇറക്കിയിട്ടുണ്ട്. 10-14 കൊല്ലം മുമ്പ് ഞാൻ റിയാദില് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. വൈകുന്നേരം വരെ കടല വിറ്റ്, കടല എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാർ ജില്ലയിലുള്ളവർക്കൊക്കെ കപ്പലണ്ടി എന്ന് പറയും. അപ്പോ ഈ കടല വിറ്റ് നടക്കുന്ന ഒരു മനുഷ്യനെ അസ്ർ നിസ്കരിച്ച് 2 കാലും നീട്ടി ഇരിക്കുമ്പോ, ഞാൻ ഒരു സ്നേഹിതനാണ്, എന്റെ സംഘകുടുംബത്തിലെ സുഹൃത്താണ് എന്നർത്ഥം. ഞാൻ ചെന്നിട്ട് എന്റെ സ്ത്രീകൾ പ്രസവിക്കരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുന്ന കഴിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ പറയാ, ഉസ്താദേ വൈകുന്നേരം വരെ നടന്നിട്ട് 12 റിയാല കിട്ടി. ഇവിടുത്തെ ദീനാർ അല്ലട്ടത്, സൗദിയിലെ റിയാല് ഇവിടെ കൂട്ടിക്കോളി, ഇവിടെ എത്രയെന്ന് എനിക്കറിയില്ല. അപ്പൊ 12 റിയാല കിട്ടിയത്. അല്ലോ, അപ്പൊ ഞാൻ ചോദിച്ചു, ഗൾഫ് ഇപ്പൊ വന്നിട്ട് ഗൾഫൊക്കെ പറ്റ പോയി, ഗൾഫിൽ വന്ന് കുടുങ്ങിയത് അങ്ങ് ദ്വാരക്കും എളുപ്പ നാട്ടിലെത്തണം, ഗൾഫ് പറ്റിരുന്നിട്ടുണ്ട്. ആ പള്ളിയിൽ ഇരുന്നിട്ട് പറയട്ടാ,
10 കൊല്ലം കഴിഞ്ഞിട്ട് അതേ റിയാദിൽ ഞാൻ ചെന്നു. അന്നയാൾ നല്ലൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇതേ മനുഷ്യന്. അപ്പോ ഏതൊരു മുഹിബാണ് ആഖിറത്തിലേക്കുള്ള സഹോദരങ്ങളാ ഈ സംഘകുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ. അല്ലാഹു തആല നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാട്ടെ. അപ്പൊ ഞാൻ അവന്റെ കടയിൽ ചെന്ന് സലാമൊക്കെ ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, എന്താ ഹബീബെ ഇപ്പൊ ഗൾഫിന്റെ ഹാലിപ്പ് എന്തായി? ഗൾഫൊക്കെ പറ്റിരുന്ന ഹബീബെ, ഗൾഫ് പറ്റ പോയിരുന്നു. വീണ്ടും പറയാം, 10 കൊല്ലത്തിന് ശേഷമായി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ പള്ളി ഇങ്ങനെ ചൂണ്ടിയിട്ട് റിയാദിലെ ബത്ത എന്ന് പറയും, ആ പള്ളി ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ പള്ളിയിൽ 10 കൊല്ലം മുമ്പ് വൈകുന്നേരം വരെ കടല വിട്ട് കടലസഞ്ചും പിടിച്ചിട്ട് അവിടെ ഇരുന്നപ്പോ 12 റിയാല കിട്ടിയതെന്ന് പറഞ്ഞത് ഓർക്കുണ്ടാച്ചു. ഒരൽഹംദുലില്ലാ പറഞ്ഞൂടോ വെച്ചു. ഞാൻ നമുക്ക് ഇടപെടുന്ന വിളിക്കുക, എന്റെ അനുജന്റെ പ്രായമുള്ളൂ. ഒരൽഹംദുലില്ലാ പറഞ്ഞൂടോ വെച്ചു. അറിയാതെ അങ്ങ് പറഞ്ഞു, അൽഹംദുലില്ലാ. അവരങ്ങ് പറയാ, മനുഷ്യന്റെ ഹാലതാണ്. തീർന്നിട്ട് ഒരിക്കലും അൽഹംദുലില്ലാ കൊല്ലം നല്ല റാഹത്ത് പറയില്ലട്ടാ. ഹത്താ സുർത്തുമുൽ മഖാബിർ, പള്ളിക്കാട്ട് പോയി കടന്ന ഇനി ചിലപ്പം പറയും. അത് വരെ പ്രയാസം തന്നെയാണ്. അപ്പൊ ഒന്നുണ്ടല്ലോ, അത് മറ്റൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതാരാ? അത് നമ്മളെ പഹാനാണ്. സ്വന്തം കഫീലിനെ കുറിച്ചപ്പോ ഈ പറയണ പഹാനാണ്. വല്ലാത്തൊരു നന്ദി കെട്ട പദാണ് ഇട്ടത്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാകരുത്. ഒരു നന്ദി കെട്ട പദം. നിങ്ങൾക്ക് ഇവിടെ എന്താ പറയാ? ഇവിടെ കഫീൽ നമ്മളെ പ്രോത്സാഹനക്ക് എന്താ പറയാ? കിളവൻ. അതാ കേട്ടോളി, നമ്മളെ കിളവനാണ്. ഇതാ തങ്ങളാപ്പത പറയാം, നമ്മളെ കിളവനാണ്. കേൾക്കണം, കേട്ടോളി. അത് വല്ലാത്ത, അത് കേൾക്കുമ്പോ എന്തൊരു വിഷമറിയാ. നമ്മളെ കിളവന, നമ്മളെ പഹാന. അവിടെ വെച്ചത് ആ പഹാന കൊണ്ടാണ് നമ്മൾ പെങ്ങളെ കെട്ടിച്ചത്. ആ പഹാനെ കൊണ്ടപ്പോ നമ്മൾ കുവൈത്തിൽ ഇങ്ങനെ നടക്കുന്നത്, ആ കളവനെ കൊണ്ട്. എന്നാലും ആ കളവനക്കൊന്ന് ദ്വാരുന്നിട്ടുണ്ടാ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അല്ല, നമ്മൾ മനസ്സാക്ഷിയോടൊന്ന് പറയും, നിങ്ങൾ ആരും കൈയൊക്കില്ലേട്ടാ, നിങ്ങൾ സ്വയം മനസ്സിനോട് ചോദിച്ചാൽ മതി. നമ്മളെ കഫീലൊന്നും ദ്വാരുന്നിട്ടുണ്ടാ. വല്ലാത്ത ശുക്രില്ലായ്മ, ശുക്ർ കെട്ടൊരു പദല്ലത്. അത് വല്ലാത്തൊരു ബർക്കത്തില്ലായ്മയുടെ പദ. അല്ലാഹു തആല കാക്കട്ടെ, നമ്മെ സഹായിച്ചവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറയുന്നത്, സുഹൃത്തുക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, സ്നേഹിതന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത റഹ്മത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലൻ സാറ അഖൻ ലഹു ഫീ ഖറിയത്തിൻ ഉഖ്റാ ഫീ ഈദുൽ ഫിത്ർ ഔ ഫീ ഈദുൽ അദ്ഹാ. പെരുന്നാൾ ദിവസം ഒരു സന്തോഷ ദിവസമാണ്. ആ സമയത്താണ് ഒരു ചങ്ങാതി, ഒരു സഹോദരൻ, ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പെരുന്നാൾ കഴിക്കാൻ ഇന്ന് ഒരു സുഹൃത്ത് വിളിച്ചു, പെരുന്നാൾ ഇന്ന് പെടട്ടാ. അപ്പൊ രാത്രി പറയുന്ന, രാത്രി ഇങ്ങോട്ടും വരണം. അങ്ങോട്ടിങ്ങോട്ടും പോകുന്ന യാത്രയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ശൈലി കണ്ടോ? ഫഅർസദല്ലാഹു തആല അലാ മദ്റജതിഹി ഐ അലാ തരീഖിഹി. മുഹദ്ദിസുകൾ പറയും ഐ അലാ തരീഖിഹി മലക്കൻ ഫലമ്മാ അതാ അലൈഹി ഖാല ഐന തുരീദ് ഐന തുരീദ്. ഒരു ചങ്ങാതിയുടെ ഒരു ഈദ് കഴിക്കാൻ വേണ്ടി പെരുന്നാളാഘോഷത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹിതന്റെ റൂമിലേക്ക് പായസം കുടിക്കാൻ പോകുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുവെങ്കിൽ വഴിയിൽ ഒരു മലക്കനെ അല്ലാഹു നിയമിക്കും. ആ മലക്ക് ചോദിക്കും ഐന തുരീദ്. ഒരു ചങ്ങാതിയെ കാണുന്ന സമയം എവിടത്തേക്കാ പോകുന്നത്? ഐന തുരീദ്. ഉടൻ തന്നെ പറയും ഉരീദു അഖൻ ലീ ഫീ ഹാദിഹിൽ ഖറിയ. ഈ നാട്ടിൽ, ഈ സ്ഥലത്ത്, ഇന്നാലിന്ന സ്ഥലത്ത് എന്റെ സുഹൃത്തുണ്ട്, സ്നേഹിതനുണ്ട്, അവന്റെ റൂമിലേക്കാണ്. ആ സമയം മലായികത്ത് ചോദിക്കുന്ന ചോദ്യം കണ്ട, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറുബ്ബുഹാ ഐ തഖൂമു ബിഹ. തറുബ്ബു റസൂലുള്ളാഹി പറഞ്ഞ വാചകൻ, ഐ തറുബ്ബു ഐ തഖൂമു ബിഹാ. വേറെ വല്ല നേട്ടോ ലക്ഷ്യമുണ്ടോ? പോയില്ലെങ്കിൽ ആ പഹൻ എന്തെങ്കിലും കരുതും. അങ്ങനെ വല്ല നീയത്തേറ്റുണ്ടോ? ഇതാ ചോദിക്കുന്നത്. പോയില്ലെങ്കിൽ ഇനിയിപ്പത് പിന്നെ ഒരു പ്രശ്നമാണ്, അതുകൊണ്ടത് പോവുക. അങ്ങനെ ചില ആളുകൾ പറയും, ഇനി പോയില്ലെങ്കിൽ മോശമാണ്, എന്നാ അതോടെ ഇനി പോയിട്ട് കാര്യമില്ലട്ടാ, ഇനി പോയിട്ട് ഒരു കാര്യമില്ല, ഇനി പോകാതിരിക്കലാ നല്ലത്, അവിടെ മൂലയിലിരിക്കലാ നല്ലത്. അപ്പോ ഹല്ലക മിൻ നിഅമത്തിൻ തറുബ്ബുഹാ ഐ തഖൂമു ബിഹാ അലൈഹി. വേറെ പോയില്ലെങ്കിൽ അവന് വല്ലതും കരുതോ? മോശമല്ലേ, ഇനി അതൊരു ബുദ്ധിമുട്ടായി പോകോ? അങ്ങനെ വല്ല മുറാദ് നിനക്കുണ്ടോ? ചോദിക്കുന്ന സമയം ലാ വൈറ അന്നി അഹ്ബബ്തുഹു. അങ്ങനത്തെ മുറാദുകളല്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ എന്റെ ഒരു മുഹിബാണ്, അവൻ എന്റെ ഒരു ചങ്ങാതിയാണ്, അവൻ എന്റെ ഒരു കൂട്ടുകാരനാണ്. ആ സമയം മാഷാ അല്ലാഹ് ആ മലക്ക് പറയും, മോനെ, നിന്റെ ഓരോ ചവിട്ടടിക്കും
ബികുല്ലി ഖത്വത്തിൻ മിഅത്തു ഹസന. ഓരൊച്ച വിട്ടടിക്കും ഒരു സുഹൃത്തിന്റെ റൂമിൽ പായസം കുടിക്കാനാ പോകുന്നത്, ഓരൊച്ച വിട്ടടിക്കും 100 കൂലി. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കൾ നോക്കി, നമ്മുടെ ചങ്ങാതിമാർ, നമ്മുടെ സഹോദരങ്ങൾ, കൂട്ടുകാർ, ഒരു റൂമിൽ താമസിക്കുന്ന, എത്രത്തോളം അറിയോ, ഒരു റൂമിൽ താമസിക്കുന്ന സമയത്ത് മാഷാ അല്ലാഹ് എന്തെല്ലാം, ഒരു കാരണവശാലും 4 പേർ റൂമിൽ താമസിക്കുന്നുണ്ടോ, ഒരിക്കലും തന്നെ റൂമിലുള്ള ഒരു സഹോദരനൊരു വിഷമം തോന്നുന്ന വല്ലതും പറഞ്ഞു വന്നു പോയാ അവന്റെ കൈപ്പിടിച്ച് പറയണം, പൊരുത്തപ്പെടണട്ടാ, പൊരുത്തപ്പെടണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടിക്കുക, അടച്ചുകൂട്ടുക. അതൊരു വല്ലാത്ത ആശയം തന്നെ, വല്ലാത്തൊരു ബർക്കത്തുമാണത്. കൂട്ടുകാർ തമ്മിൽ ഒരു റൂമിൽ അഥവാ ഇനി ഒരു സുഹൃത്ത്, ചില ആളുകൾക്കൊക്കെ, ചില ആളുകൾ അല്ലാഹു തആല പല പ്രകൃതിയല്ലേ മനുഷ്യൽ പടച്ചിട്ടുള്ളത്. അപ്പൊ അത് വല്ല, ഉദാഹരണം പറയട്ടെ, എന്തെങ്കിലും ബാത്റൂമിൽ പോയപ്പോ ഒരു ചെറിയ ബാത്റൂം അനക്കിപ്പോയി. ചില സ്ഥലത്തുണ്ട് റൂമിൽ ലൈറ്റ് ഇടാനേ പാടില്ല, ലൈറ്റ് ഇടാനേ പാടില്ല. പകലും പറ്റൂല, രാത്രിയും പറ്റൂല. കാരണം രാത്രി ഒരു ബാച്ചും പകല് വേറെ ബാച്ചുമാണ്. അപ്പം എല്ലാവരും, ഞാനിപ്പോ ഒരു സ്ഥലത്ത് റൂമിന് കണ്ടാണ്, മെല്ലെ പതുങ്ങി അങ്ങനെ ടോർച്ചിടെ വിളിച്ച അത്. അപ്പൊ ഞാൻ ചോദിച്ചവിടെ, നിങ്ങൾ ടോർച്ചില് ഇതില്ല, അത് അതും പറ്റൂലാറോ, അതും പറ്റൂല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തപ്പിയിട്ടേ അയാൾ കാല് എവിടെ തട്ടിയിട്ട് ഒരാളെ കയ്യിൽ തട്ടിപ്പോയി. അങ്ങനെ ഉണ്ടല്ല, തട്ടിയപ്പോ ഒരാള് കിടക്കുന്ന കട്ടിൽമേ ഒരാളെ ശരീരത്തിലാ തട്ടിയത്. വലിയ പ്രശ്നമായി. ഉറക്ക് നഷ്ടപ്പെടുത്തിയ ആ കാരണം എന്തൊക്കെ തെറിയ വിളിച്ചതാണ്. ഞാന് ഈ മനുഷ്യനൊന്നും മുണ്ടിയില്ലട്ടാ. അയാളങ്ങ് ഇറങ്ങിയിട്ട് ഞാൻ ആ കിടന്ന വ്യക്തി ഉറങ്ങി എഴുന്നേറ്റപ്പോ പറഞ്ഞു, നിങ്ങളെ അയാളെ അണച്ചൊട്ടി പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ നിങ്ങളെ നിസ്കാരമൊക്കെ വെറുതെ ഇട്ടാറും, നിങ്ങളെ നിസ്കാരം. കാരണം ഞാൻ കണ്ടതാണ് അയാളെ വരവ്. ആ സാധു എല്ലാം വന്ന് അറിയാതെ വെച്ചുത്തി ഒന്ന് തട്ടിപ്പോയതാണ്. നിങ്ങൾ അത്രമാത്രം അനാവശ്യം വിളിച്ചില്ലേ, പൊരുത്തപ്പെടിക്കണിട്ടാർ, നിങ്ങളെ ആക്കിപത്ത് കേടരുന്നാർ പറഞ്ഞു. പൊരുത്തപ്പെടിച്ചു, പരസ്പരം അടച്ചു കൂട്ടിച്ചു. അപ്പൊ ചില റൂമുകളൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഓ സ്നേഹിതാഹ, സുഹൃത്തിന്റെ അരികിൽ എന്തെങ്കിലും ഒന്ന് കണ്ടുമുട്ടിയ അത് റൂമുകളൊക്കെ ആകുമ്പോ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ബാത്റൂമിൽ, ഒരു സ്ഥലത്തപ്പോ ബാത്റൂമിൽ എഴുതിച്ചിട്ടുണ്ട് ചൊവ്വ അബൂബക്കർ, ബുധൻ അഹമ്മദ്, അങ്ങനെ ഒരു 7 ആളെ പേര് എഴുതിച്ചിട്ടുണ്ട്. ബാത്റൂം കഴുകേണ്ട ആളെ പേരാപ്പ് എഴുതി വെച്ചിട്ടുള്ളത്, ഓരോ പേരുകൾ അങ്ങനെ. അതൊക്കെ നമ്മൾ ചെയ്തിട്ടേ, ഞാനിപ്പോ ഒരു പ്രഭാഷണം ഇറക്കിയിട്ടുണ്ട്, പ്രവാസികളുടെ ഭാര്യമാരോട് വിനയപൂർവ്വം. 1 മാസങ്ങൾ ഇവിടെ കൈ കിട്ടിയോന്നറിയില്ല. പ്രവാസികളുടെ അതിന് നിങ്ങൾ ആരും വെറുപ്പ് നിൽക്കണം. ഇത് ഞാൻ ചില പാവങ്ങളെ പറയണല്ല. നിങ്ങൾക്ക് നല്ല വീടും നല്ല റൂമും, ഒരു വീട്ടിൽ തന്നെ 4-5 ബാത്റൂം ഒക്കെ ഉണ്ടാക്കിത്ത നിങ്ങളെ ഭർത്താവ് ഗൾഫ് നാടുകളിൽ ചെന്നിട്ട് ഇങ്ങനെ അവസ്ഥകൾ കഴിയട്ടോ, റൂമിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നസീഹത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു നല്ല ആഴത്തിലൊരു വാല് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഞാൻ അവസാനം നിർത്തുമ്പോ പറയാം. ആ CD ഇറക്കാനുള്ള കാരണങ്ങളോട് പറയാം. ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ സഹോദരങ്ങളെ, സ്നേഹിതന്മാർ തമ്മിൽ അള്ളാഹു നല്ല മഹബ്ബത്ത് ഏറ്റിത്തെരുമാറാവട്ടെ, അള്ളാഹു മഹബ്ബത്ത് ഏറ്റിത്തെരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൂ ഹുറൈറ, അബൂഹുറൈറ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാ, ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ പെരുന്നാളാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അത് വേറെ ഒന്ന്, അള്ളാഹു കാക്കട്ടെ. നാട്ടുകാരെ, പെരുന്നാളിന് സ്നേഹിതന്മാർ തമ്മിൽ പടങ്ങിയോ, അവൻ എത്ര വലിയ ആബിദാണെങ്കിലും, കഅബാലയത്തിന്റെ കീഴ് പിടിച്ചവനാണെങ്കിലും അള്ളാഹു സ്വീകരിക്കില്ല. പെരുന്നാളിന് സുഹൃത്തുക്കളോട് എന്ത് ന്യായം ഉണ്ടെങ്കിലും ശരി, ന്യായങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. വലിയ അപകടമാണ്. എന്തോ ആവട്ടെ, ഞാൻ പിടങ്ങിയാൽ ശൈത്താൻ എന്റെ അടുത്ത് വന്നിട്ട് പറയും, നിന്റെ ഭാഗം ശരി, അവന്റെ ഭാഗം തെറ്റാണ്. അവനോട് ചെന്നിട്ട് ശൈത്താൻ പറയും, അവന്റെ ഭാഗം ശരി, മറ്റുള്ളവന്റെ ഭാഗം തെറ്റാണ്. ശൈത്താന്റെ പണിയാണത്, ശൈത്താനിന്റെ പണിയാണത്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഫൈദാ മറത്ത് സലാസത്തു അയ്യാം ഫൽയൽഖാ ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ മുഅ്മിനൻ ഫൗക സലാസത്തി അയ്യാം. ഓ അബൂ ഹുറൈറ, സുഹൃത്തുക്കൾ തമ്മിൽ, സ്നേഹിതന്മാർ തമ്മിൽ ഒരിക്കലും തന്നെ 3 ദിവസത്തിലപ്പുറമായി ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് പിണങ്ങി നടക്കരുത്. ഏറിയ അഥവാ ശൈത്താൻ പഠിപ്പിച്ചാൽ 3 ദിവസം പിണങ്ങണമെന്നല്ല, 3 ദിവസത്തിലപ്പുറമെങ്ങാനും പിണങ്ങിപ്പോയാൽ ആരാണ് വഴിയിൽ കണ്ടുമുട്ടുന്നത് ഉടൻ തന്നെ സലാം പറയണം.
സലാം ചൊല്ലിയവൻ ഫഖദ് ബരി അൽ മുസല്ലിമു മിനൽ ഹജറാ ആ സലാം ചൊല്ലിയവൻ രക്ഷപ്പെടും. സലാം മടക്കാത്തവൻ ഉപ്പു തൊട്ട കലം പോലെയാകും. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഉപ്പു തൊട്ട കലം പോലെയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫമൻ ഹജറ ഫൗക സലാസിൽ ഫമാത ദഖലന്നാർ. റസൂലുള്ളാഹ് ഒന്ന് ചൊല്ലു സഹോദരങ്ങളെ. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കുടിക്കൂലേ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കുടിക്കട്ട. പക്ഷെ നിങ്ങളെ വസ്ത്രത്തൊക്കെ നാക്കില്ലേ? ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് ശ്രദ്ധ പോലെ നടത്തും. 3 ദിവസത്തിനപ്പുറം ഞാനിത് റസൂലുള്ളാഹിന്റെ മക്കളുടെ മുന്നിൽ വെച്ച് എന്റെ വക എന്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഒരു പെരുന്നാൾ പ്രഭാഷണം എന്ന നിലയ്ക്ക് 36 കാര്യങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവർ പിണങ്ങി നടന്നാൽ 16 അദാബുകൾ, സ്നേഹത്തോടുകൂടെ സ്നേഹിതന്മാർ ചിരിച്ചും കളിച്ചും പെരുന്നാളിന് ബിരിയാണി വെച്ചും നെയ്ച്ചോറ് വെച്ചും മറ്റുമൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന 18ഓളം വരുന്ന റഹ്മത്ത് അനുഗ്രഹങ്ങൾ ഞാനത് എഴുതിക്കൊണ്ടുവന്നൊരുത്തനാണ്. ഇരിക്കട്ടെ, ഞാനത് നീട്ടി പറയാനല്ല. പക്ഷെ ഇത് റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാചകം ഞാൻ വായിക്കട്ടെ. ഫമൻ ഹജറ ഫൗക സലാസിൽ ഫമാത ദഖലന്നാർ. പിണങ്ങിയിട്ടാണോ ഒരു മനുഷ്യൻ 3 ദിവസത്തിനപ്പുറമെങ്ങാനും പിണങ്ങിയിട്ട് ഒരു സ്നേഹിതൻ മരിച്ചാൽ ദഖലന്നാർ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നിസ്കാര തയമ്പ് വെച്ച വ്യക്തിയാണെങ്കിലോ, ഹജ്ജ് ചെയ്ത വ്യക്തിയാണെങ്കിലോ, അറഫാ മണ്ണിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ സ്വഹാബത്തിനോട് പറഞ്ഞു, ലാ സ്വലാ വലാ സിയാം വലാ ഖിയാം. 30 ദിവസത്തെ റമളാനിന് നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കില്ല. അപകടമാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. കൂട്ടുകാരെ, പെരുന്നാളാണ്. പല ഭാഗത്തുള്ള മക്കളും കണ്ണീരൊടുക്കുമ്പോ നാം പിണങ്ങി നടക്കരുത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. എത്ര കണ്ട് കുല്ലമാ സാദത്ത് മുദ്ദത്തുൽ ഖതിഅ സാദൽ ഇസ്മു വൽ വഈദ്. സ്വഹാബികളെ, ദിവസം കൂടുന്തോറും മുസ്ലിമീങ്ങളായ സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, അവരുടെ ഇടയിൽ പിണക്കം കൂടുന്തോറും ശിക്ഷ കൂടും. കുല്ലമാ സാദത്ത് മുദ്ദത്തുൽ ഖതിഅ സാദൽ ഇസ്മു വൽ വഈദ്. എന്നിട്ട് പറഞ്ഞു, മൻ ഹജറ അഖാഹു സനാ. ഒരു കൊല്ലമെങ്ങാനും മുസ്ലിമീങ്ങളിൽ പരസ്പരം ഒരുമിച്ച് ബിസിനസ് നടത്തിയ സുഹൃത്തുക്കളെങ്ങാനും ഒരു കൊല്ലം പിണങ്ങിയാൽ ഫഹുവ കസഫഹി ദമി കസഫകി. അവിടുന്ന് ദമിഹി, ഒരു മൂമിനായ ആബിദായ ഒരു മനുഷ്യനെ കാരണമില്ലാതെ കൊന്നുകളഞ്ഞാൽ ആ മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന കഠിനമായ ശിക്ഷ അതിനേക്കാളും വലിയ ശിക്ഷ സ്വഹാബികളെ അവൻ അല്ലാഹു കൊടുക്കും. മുഹമ്മദ് മുസ്തഫ. എന്താണ് എന്റെ സഹോദരങ്ങളെ, ഈ മുസ്ലിയാരുടെ വകയായി ഞാനൊന്നും വായിക്കുന്നില്ല, ഞാൻ എഴുതിക്കൊണ്ട് വന്ന് വായിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞ വാചകം ഒന്നും കൂടെ വായിക്കട്ടെ. കുല്ലമാ സാദത്ത് ഹാദ് മുദ്ദത്തുൽ ഖതിഅ സാദൽ ഇസ്മു വൽ വഈദ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹജറ അഖാഹു സനാ. ഒരു കൊല്ലമെങ്ങാനും ഗൾഫിലാണെന്ന് പടന്നു പിടിച്ചിരിക്കുന്നത്, ബിസിനസ് നടത്തും. തുടക്കക്ക് ആദ്യം ഞാൻ അവനും ഒരുമിച്ചപ്പോ ഞങ്ങൾ 2-3 പേര് കൂടിയിട്ടാ ഈ ഒരു സന്തോഷത്തിന്റെ അവസ്ഥയല്ലാതെ ഉണ്ടാവരുത്. ഉണ്ടോ വലിയ ഐശ്വര്യമാണ്. അല്ലാഹു നല്ല ബറക്കത്ത് നൽകും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓർക്ക് വരുന്നില്ലല്ല, ഒന്ന് ചൊല്ലിട്ടാവും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മോനാണ് ഒന്ന് മുഹമ്മദ് ഹനഫി റളിയല്ലാഹു അൻഹു. മറ്റൊരു കുട്ടിയാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്ന് വളർന്നൊരു മോനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ബാക്കി വെള്ളം കുടിച്ചൊരു കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ഹനഫി അത് വേറെ ഉമ്മയിൽ ജനിച്ചൊരു കുഞ്ഞിയാണ്. പക്ഷേ ഒരു ഉപ്പയുടെ മക്കളാണ്. ഒരു ചെറിയ വാക്കേറ്റം നടന്നു. ഹസൻ തങ്ങളും ഹനഫിയും ഒരു ചെറിയ വാക്കേറ്റം നടന്നു. കൂട്ടുകാരെ, രണ്ടാളും മിണ്ടുന്നില്ല, രണ്ടാളും ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ഹസന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, യാ ഹസൻ, യാ ഹസൻ, എന്തേ ഒന്നും കഴിക്കാത്തത്? അപ്പൊ ഹസൻ പറഞ്ഞു, അനുജ മിണ്ടണില്ല, എന്റെ അനുജൊന്നും മിണ്ടണില്ല. അപ്പൊ അനുജനോട് ചോദിച്ചു, മോൻ നിങ്ങളെന്താ കഴിക്കാത്ത? കൂട്ടുകാരൻ. അവൻ ഇക്ക മിണ്ടണില്ല, ജ്യേഷ്ഠം മിണ്ടണില്ല, രണ്ടാളൊന്നും കഴിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളെ, ഇതേ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹനഫി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഹനഫി തങ്ങൾ സ്വന്തം ജ്യേഷ്ഠനൊരു കത്തെഴുതിയിരുന്നു. ജ്യേഷ്ഠനൊരു കത്തെഴുതുകയാണ്.
എനിക്ക് ഭൂമിയിലും ആഖിറത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ അറിയാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള അനുജൻ ഹനഫി എഴുതുന്ന കത്ത്. അങ്ങനെയുണ്ട് കത്ത്, അനുജൻ ജ്യേഷ്ഠൻ എഴുതുക. നിങ്ങൾക്ക് അത് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ കൽബ് പൊട്ടും. ഈ കഴിഞ്ഞ മേറാജിനോടടുത്ത് എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു മുഹിബാണ്, എത്രയോ ഉസ്താദുമാർ, വലിയ തങ്ങന്മാർ, വലിയ സാദാത്തുക്കളെ കണ്ട് വലിയ തങ്ങന്മാർ ഉസ്താദുമാരൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരു സഹോദരന്റെ മോളെ കല്യാണത്തിന്. ആ കൂട്ടത്തിൽ എളിയവൻ നിലയ്ക്ക് ഞാനും പോയിട്ടുണ്ട് ആ കല്യാണത്തിന്. ഞാൻ ഈ പെരുന്നാൾ ദിവസത്തിൽ ഒരു കേട്ടുകേൾവിയല്ല, ആ രംഗം നേരിന് കണ്ട ഒരു രംഗം, കൽബ് പൊട്ടിയ രംഗവുമാണ്. അങ്ങനെ 11-11:30 ആയി കാണും ഞങ്ങൾ പോയി. ഈ ജ്യേഷ്ഠന്റെ ഈ സഹോദരനെ കല്യാണത്തിന് വിളിച്ചിട്ട് ഉസ്താമാർക്കും കൈ കൊടുക്കില്ല, തങ്ങന്മാർക്കും കൈ കൊടുക്കില്ല. ഈ മനുഷ്യൻ എന്തോ ഒരു ഹമ്മ. അപ്പൊ എന്താ പ്രശ്നം അറിയാ? വീട് അനുജന്റെ വീടും ജ്യേഷ്ഠന്റെ വീടും തൊട്ട് ഒരു പറമ്പിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണുന്നത്. അപ്പൊ അനുജൻ തീരുമാനിച്ചിട്ടുണ്ട്, അവന്റെ തങ്ങന്മാരും അവന്റെ ഉസ്താദുമാരും, അനുജൻ പറഞ്ഞതാണ് അത്ര, അവര് വന്നിരിക്കുമ്പോ ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, അവന്റെ കല്യാണത്തിന്, മോളെ കല്യാണത്തിന് കൂടരുത്. അങ്ങനെ അവരെല്ലാരും ഉസ്താദുമാരൊക്കെ വന്നിരിക്കുമ്പോഴേ ഈ അനുജനും അനുജന്റെ ഭാര്യയും മക്കളും വലിയ കഴിവുള്ളവനാണ്. അനുജൻ രണ്ടുപേരും അബുദാബിക്കാരാണ്. ഈ അനുജനെ അവനെ കൊണ്ടുപോയത് ജ്യേഷ്ഠനാണ്. ഇപ്പോ അനുജൻ പൊങ്ങി, ജ്യേഷ്ഠപ്പൊന്നുമില്ല, ഇരിക്കട്ടെ. അങ്ങനെ ഈ ജ്യേഷ്ഠൻ എന്ത് ചെറിയ വാക്യത്തെന്ന ബിസിനസ് സംബന്ധമായി അതിലെന്ത് ചെയ്തറിയോ? അനുജൻ ആ സമയത്ത് അങ്ങ് ഇറങ്ങി വാഹനത്തിൽ കയറി അവൻ തന്നെ ഓടിക്കുന്ന സ്റ്റാറിംഗ് അങ്ങ് പിടിച്ചപ്പോ, എന്റെ മൂമിനെ, എന്റെ അനുജാ, ഈ ജ്യേഷ്ഠ സഹോദരൻ വന്നിട്ട് അനുജന്റെ കയ്യങ്ങ് പിടിച്ചിട്ട്, എടാ എന്റെ കാല് പിടിച്ച് പൊരുത്തപ്പെടിക്ക, എന്റെ മോളെ കല്യാണാണ്, നീ പോരുത് മോനെ. ഞാൻ ചോദിക്കട്ടെ, പെണ്ണെന്ന് പറയണ്ടേന്ന് മഹാന്മാര് വെറുതെ പഠിപ്പിച്ചല്ല. പെണ്ണ് ബെടക്കായ അരക്കൈക്ക് പറ്റില്ല, അള്ളാഹ് കാക്കട്ടെ. വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി, അള്ളാഹു കാക്കട്ടെ. പെണ്ണ് ബെടക്ക ഇവിടെ ഉണ്ടാവും സ്ത്രീകളെ മറ്റേ ചെറുക്കത്തിൽ കാടമുസ്ലിയാരാ വന്നിട്ടുള്ളത്. ചിലപ്പോ അവർ വിചാരിക്കണ്ട, പെണ്ണ് ബെടക്കായ ഒന്നിനും പറ്റില്ല. നന്നായാലോ ഇത്ര നല്ല മുത്തുകൾ വേറെ എല്ലാതാനും, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നന്നായ ഇത്ര നല്ല മുത്തുകൾ, ബെടക്കായ ഇത്ര അതാപില്ല. നിങ്ങൾ നോക്കി, അപ്പൊ അവളെ അങ്ങനെ ഉണ്ടല്ലോ, അവിടെ ആ പറച്ചിലുണ്ടേ. സുബ്ഹാനല്ലാഹ്, ഭാര്യയുടെ താങ്ങില്ലെങ്കിൽ അവൻ പോകില്ല അനുജന്. അങ്ങനെ ഒരുങ്ങിയപ്പോ ജ്യേഷ്ഠനെ അടുക്കരഞ്ഞ കൂട്ടത്തിൽ കേട്ടോളും സഹോദരങ്ങളെ, ഈ തങ്ങന്മാരുടെ ഉസ്താദുമാരുടെ അടിയിലെ പുതിയണ്ണെ ആ പെൺകുട്ടി ഇറങ്ങി വന്നു. എന്നിട്ട് ആപ്പാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു ആ പെൺകുട്ടി. പക്ഷെ കൂട്ടാക്കിയില്ല. എടോ പോയി നോക്കട്ടെ ആ ജ്യേഷ്ഠനൊക്കെ ഒന്ന്, എന്തിനു പറ്റും? ഞാനിപ്പോ അത് പറയുന്നില്ല. 2 കൊല്ലം മുമ്പ് ജ്യേഷ്ഠൻ അനുജൻ ആരാന്ന് മാത്രം ഞാനിവിടെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ജ്യേഷ്ഠൻ നമ്മുടെ ഉപ്പാന്റെ സ്ഥാനത്താണ്, അനുജൻ നമ്മുടെ മകന്റെ സ്ഥാനത്താണ്. ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ കണ്ടു നിൽക്കുന്ന ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഒരു മോള് വന്നിട്ട് ആപ്പാന്ന് വിളിച്ച് കരയാ, കൂട്ടാക്കാതെ പോയിന്ന്. അവരെങ്ങാനും വടിയിൽ പെടഞ്ഞ എന്തിനു പറ്റും? ഓ സഹോദരങ്ങളെ, ഞാൻ ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത്, ഹസൻ റളിയല്ലാഹു അൻഹുവിന് അനുജൻ ഒരു കത്തെഴുതി, എനിക്ക് ഭൂമിയിലും ആഖിറത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ അറിയാൻ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്ത്. എന്നിട്ട് ആ കുട്ടി എഴുതിയത് എന്തറിയോ? റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്നവരല്ലേ നിങ്ങൾ, അവിടുത്തെ ബാക്കി വെള്ളം കുടിച്ചവരെ നിങ്ങൾ, അവിടുത്തെ കൂടെ ചിരിച്ചു കളിച്ച ആളല്ലേ നിങ്ങൾ. അല്ലാഹു തആല എനിക്കതിനുള്ള ഭാഗ്യമൊന്നും തന്നിട്ടില്ല. ഹനഫി എഴുതുക, അവസാനം തംബീഹുൻ. ഓ, അതിപ്പോ കൊടുക്കണോടോ, ഇപ്പൊ ഇത് തീർന്നു, അല്പം കൊടുത്തോട്ടാ, കൊടുത്തു പോയിക്കോ. മുട്ടായൊക്കെ ലാസ്റ്റ് കൊടുക്കാൻ മോനെ. അപ്പോ കൊടുത്തോട്ടെ, അവന്റെ സന്തോഷം, പെരുന്നാളാണ്. അപ്പൊ ഞാൻ പറയുന്നതേ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അവസാനം ഒരു പ്രധാന ഒരു അറിയിപ്പ്. എന്താ അറിയിപ്പിൽ എഴുതിയിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞു 11 കാര്യങ്ങൾ എഴുതിയിട്ട് അവസാനെ തംബീഹ് കൊടുത്തിട്ട് പറയിക്ക, ഈ കത്ത് കിട്ടിയാൽ നമ്മുടെ വീടിന്റെ അടുക്കളയുടെ പിൻഭാഗത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. അനുജൻ പറയാ, എന്റെ അടുത്ത് വന്നൊരു സലാം പറയോ? എന്റെ അടുത്ത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ കത്തെഴുതിയ 25 കൊല്ലം വീണ്ടും പടങ്ങൂലേന്ന്. ജ്യേഷ്ഠനക്ക് അനുജൻ അങ്ങനെ കത്തെഴുതിയാല് ഹനഫി തങ്ങൾ എഴുതി, ഇക്കാ വീടിന്റെ പിൻഭാഗത്ത് ഞാൻ ഇരിപ്പുണ്ട്, എന്റെ അടുത്ത് വന്നൊരു സലാം പറയണം. മഹാനായ ഹസൻ
റളിയല്ലാഹു അൻഹു ഈ കത്ത് വായിച്ചു, എഴുന്നേറ്റു, മെല്ലെ പോയി വാതിൽ തുറന്നു. വാതിലങ്ങ് തുറന്നപ്പോ അനുജൻ ജ്യേഷ്ഠനെ കണ്ടത് എഴുന്നേറ്റു. കൂട്ടുകാരെ, ഈ പെരുന്നാൾ സന്ദേശത്തിൽ ഒരു വാക്ക് പറയട്ടെ അനുജാ, നിന്റെ ജ്യേഷ്ഠന് ഈ പെരുന്നാളിന് നീ വിളിച്ചോ? ഇല്ലേ മോനെ, റസൂലുള്ളാഹിന്റെ മുഖം കാണില്ല. ഈ ജ്യേഷ്ഠന് വിളിക്കാൻ സാഹചര്യം ഒത്തിട്ട് പെരുന്നാളിന് നിന്റെ ജ്യേഷ്ഠന് ഫോൺ ചെയ്തില്ലെങ്കിൽ എടോ നിന്റെ പെരുന്നാള് റബ്ബിന്റെ അരികിൽ ചെല്ലുമ്പോൾ കാണാം. അല്ലാഹു വിടില്ല. റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ പ്രയാസമാണ്. എന്തിനാ മുഖം അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തണം? എന്താണ് എന്റെ സഹോദരങ്ങളെ, ഇന്ന് പെരുന്നാൾ വൈകുന്നേരമായില്ലേ, വിളിക്കേണ്ടവരൊക്കെ വിളിച്ചിട്ടില്ലെങ്കിൽ വിളിക്കണം, ഒന്ന് കരയണം, പറ്റിപ്പോയി എന്ന് പറയണം. അല്ല എങ്കിൽ പെരുന്നാൾ വെറുതെ കടിച്ചതാ. എത്ര നിസ്കരിച്ചാലും വെറുതെയാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ഹനഫി തങ്ങളെ ജ്യേഷ്ഠനെ കണ്ടപ്പോ എഴുന്നേറ്റു. ജ്യേഷ്ഠനെ കണ്ടത് എഴുന്നേറ്റു. അപ്പോ ജ്യേഷ്ഠൻ ഇങ്ങനെ അടുത്ത് ചെന്ന് മോനെ അസ്സലാമു അലൈക്കും. ജ്യേഷ്ഠൻ സലാം ചൊല്ലിന്ന് അനുജന് വഅലൈക്കും അസ്സലാം ഒരൊറ്റ അടച്ചുകൂട്ടൽ. ഖബ്ബലഹു അനഖഹു, അടച്ചുകൂട്ടി. മരിക്കുന്നത് വരെ പിണക്കമെന്തെന്ന് ആ മുത്തുകൾ പിന്നീട് അറിഞ്ഞിട്ടില്ല. ജ്യേഷ്ഠനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു പുണ്യമുള്ള അമലാണ്. അനുജനെ കാണുമ്പോ മോനെ എന്ന് വിളിച്ചൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് ബറക്കത്താണ്. അനുജൻ സ്വന്തം മക്കളുടെ സ്ഥാനത്താണ്. ജ്യേഷ്ഠ സഹോദരങ്ങളെ, അനുജന്മാർ പക്വതയില്ലാത്തത് കൊണ്ട് പെരുന്നാളിന് വിളിച്ചില്ലെങ്കിൽ ഓ ജ്യേഷ്ഠ സഹോദര, അനുജന് വിളിക്കണം, നിങ്ങളുടെ രക്തമാണ്. എടാ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ, നീ പെരുന്നാൾ കഴിച്ചോ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നോ? അനുജന് വിളിച്ചു ചോദിക്കണം. ഇല്ല എങ്കിൽ എന്തിനാണ് മുസ്ലിമീങ്ങളെ എന്ത് പെരുന്നാൾ? അല്ലാഹു മാപ്പ് തരില്ല. ഇത് തർക്കല്ലാത്തൊരു വിഷയമാണ്. മുസ്ലിം സമുദായത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്, ചിന്താഗതിക്കാരുമുണ്ട്. ഈ വിഷയം ഇത് റസൂലുള്ള പറഞ്ഞു. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ രണ്ടഭിപ്രായം പറയാനുണ്ടോ? പ്രശ്നമാണ്. അഭിപ്രായങ്ങളൊന്നും പറയാനില്ലത്. പിണങ്ങിയിട്ടാണോ പെരുന്നാൾ കടിച്ചത്? വെറുതെയാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ രംഗം കേൾക്കണോ? ഒന്നിരിക്കട്ടെ, ഞാനത് നീട്ടി പറയല്ല. സ്നേഹിതന്മാർ തമ്മിൽ അണച്ചതുകൊണ്ട് ആ മുസാഫഹത്ത് ചെയ്യണം. പെരുന്നാളിന് അണച്ചുകൂട്ടുന്ന ശൈലിയാണ് അത്. അതിന് വേണ്ടി നടപ്പാക്കിയതാ സ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ. രണ്ടാമത്തെ രംഗം എന്റെ സഹോദരങ്ങളെ, മന്ദആരി അബവൈഹി ഫീ കുല്ലി യൗമിൻ 5 മർറാൻ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇന്ന് നീട്ടി പറയില്ല. 2 കൊല്ലം മുമ്പ് വന്ന് 1 മണിക്കൂറോളം ഉമ്മ ഉപ്പ ഞാൻ ആഴത്തിൽ പ്രസംഗിച്ചൊരു മുസ്ലിയാരാണ്. ഈ സ്ഥലത്താണ് എനിക്കറിയില്ല, ഇതുപോലെയുള്ളൊരു മജ്ലിസിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചവരാണ്. ഞാൻ പറയുന്നത് മന്ദആലി അബവൈഹി ഫീ കുല്ലി യൗമിൻ 5 മർറാൻ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉമ്മ ഉപ്പ ആ 2 മുത്തുകൾക്ക് 5 പ്രാവശ്യം എല്ലാ ദിവസവും ദുആ ചെയ്താൽ അല്ലാഹു ജീവിതത്തിൽ നല്ല കുളിർമ നൽകും. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. നമ്മുടെ ഉമ്മാക്ക് വേണ്ടി 5 പ്രാവശ്യം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ നാട്ടിലൊക്കെ നാളെയാ പെരുന്നാള്. വിളിക്കാത്തവരൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കണം, വിളിക്കേണ്ടവരൊക്കെ ഒന്ന് വിളിക്കണം. ആരും മറന്നു പോകരുത്. ഇരിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, മഹാന്മാർ പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം കാണാം. 70 വയസ്സ് കഴിഞ്ഞ ഉമ്മയെ തോളിലേറ്റ് നടന്ന ഒരു രംഗം, ചുമരിലേറ്റിക്കൊണ്ട് 60 ദിവസം ഹജ്ജ് ചെയ്യിപ്പിച്ച രംഗം. ഞങ്ങളൊക്കെ ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോ മക്കൽ ഹറമിൽ വെച്ച് ഹാജിമാർക്ക് ഹജ്ജുമ്മമാർക്ക് 2-2.5 മണിക്കൂർ ഈ കുട്ടിയുടെ ഉമ്മാനെ ഏറ്റി നടന്ന ഒരു ഹജ്ജ് യാത്ര ഞങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരാറുണ്ട്. എന്റെ സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത രംഗം. ഞാനിപ്പോ അത് പറയാൻ അത് പറ്റിയ സമയമല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഉമ്മയെ ഏറ്റി നടന്നു, ഉമ്മാനെ ഏറ്റിയിട്ട് അങ്ങനെ തവാഫ് ചെയ്യുന്ന ഒരു മകൻ. തവാഫ് കഴിഞ്ഞു. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സ്വഫാ കുന്നിൻ മുകളിലേക്ക് ഉമ്മയെ ഏറ്റിക്കൊണ്ടുപോകുന്നു. സ്വഫയിൽ നിന്ന് മർവ വരെ, മർവയിൽ നിന്ന് സ്വഫ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റി നടന്ന് ഉമ്മയേറ്റി നടക്കുകയാണ്. ദുൽഹിജ്ജ 9 ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ചാടിയതാണ്. ദുൽഹിജ്ജ 9 മത്താഫിൽ നിന്ന് ഉമ്മയെ ചുമലിലേറ്റി അറഫ വരെ നടന്ന മോൻ. നല്ല തടിയുള്ള ഉമ്മയാണ്. ആ ഉമ്മാനെ ഏറ്റി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്
പൂരി യാ ഉമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ഈ കുട്ടി എങ്ങനെ പറയും? ഉമ്മ പൂരി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അപ്പൊ ഉമ്മ പടച്ചവനെ എന്റെ മോന് സ്വർഗം കൊടുക്കണേ അല്ലോ. ഈ മോൻ എങ്ങനെ പറയും? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലാൻ വേണ്ടി ഉമ്മയോട് പറയുമ്പോ ഉമ്മ പറയും, പടച്ചവനെ എന്റെ മകന് സ്വർഗം കൊടുക്കണേ അല്ലോ, എന്റെ മകന് നീ എല്ലാ സ്ഥലത്തും നിന്റെ ഹിഫ്ള് കൊടുക്കണേ അല്ലോ. ഈ ഉമ്മ അങ്ങനെ ദ്വാരിക്കുക. സഹോദരങ്ങളെ, അറഫയിൽ ഇറക്കി വെച്ചു. ഞാൻ ചാടി വീണത് അങ്ങോട്ട്. അറഫയിൽ ഇറക്കി വെച്ചു ഉമ്മയെ. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ. ഈ മകൻ ചെറുപ്പക്കാരിൽ 30 വയസ്സോടടുത്തുപോയ ഈ യുവാവായ സഹോദരൻ ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ. പടച്ചവനെ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അത് കേട്ടപ്പോ ഉമ്മ കരഞ്ഞു. ഉമ്മ കരഞ്ഞപ്പോ ആ പൊന്നുമോൻ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ഉമ്മാന്റെ കണ്ണീരിങ്ങനെ തുടച്ചിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ ഉപ്പാക്ക് ദ്വാരുന്നപ്പോ ഉമ്മ എന്തിനാ കരഞ്ഞത്? എന്റെ ബാപ്പയെ ഏറ്റിക്കൊണ്ടുവന്ന് ഈ അറഫയിൽ ഇറക്കി വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഉമ്മ, ഉപ്പ മരിച്ചു, എന്റെ ഉപ്പാനൊക്കെ അറഫ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മാനെ ഞാൻ ഏറ്റിക്കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചില്ലേ. അപ്പൊ എനിക്ക് ആദ്യം എന്റെ ബാപ്പാക്ക് ദ്വാരക്കാൻ തോന്നി, ഞാൻ ദ്വാര ചെയ്തതാണ്. ആ പൊന്നുമോനോട് പറഞ്ഞു, മോനെ നീ നിന്റെ ഉപ്പാക്ക് ദ്വാര ചെയ്തതിനല്ല ഞാൻ കരഞ്ഞത്. ഗുഫിർ ലി അബീ എന്ന് പറഞ്ഞപ്പോ നിന്റെ ബാപ്പ വലിയൊരു കല്ല് ചുമന്നങ്ങനെ പോകുന്നത് എന്റെ കണ്ണിൽ പതിഞ്ഞു. എടാ, നീ എന്റെ വയറ്റിൽ 7 മാസം തികഞ്ഞു കിടക്കുകയായിരുന്നു. അറഫയിൽ വെച്ച് ഒരു മകനോട് ഉമ്മ പറയാ, മോനെ നിന്നെ ഗർഭം ചുമന്ന് 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. നിന്റെ ഉപ്പാന്റെ ജോലി കല്ല് ചുമക്കുന്ന ജോലിയായിരുന്നു. എടാ, നിന്റെ ബാപ്പ കല്ല് ചുമന്നിട്ടാണ് എന്നെയും നിന്നെയും വളർത്തിയത്. നിന്റെ ഉപ്പ പാവമാണ്. അങ്ങനെ ആ ഉപ്പാക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയി, ഉച്ചഭക്ഷണം. മോനെ നീ അന്ന് എന്റെ വയറ്റിലാണ്. ഞാൻ എങ്ങനെ പോയപ്പോ നിന്റെ ബാപ്പ ഒരു വലിയ കല്ല് ഇങ്ങനെ ചുമക്കുന്നുണ്ട്, പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. ഞാൻ ആ ഭക്ഷണപാത്രം അവിടെ വെച്ച് ഞാൻ പോയിട്ട് ഒന്ന് സഹായിക്കാൻ വേണ്ടി എന്റെ കൈ വെച്ചപ്പോ നിന്റെ ഉപ്പ പറഞ്ഞു, എടീ മാറിയിരിക്ക്, എന്റെ ഒരു കുഞ്ഞിനെ ചുമന്നിട്ടല്ലേ നീ നടക്കുന്നത്, മാറിയിരിക്ക്. മോനെ ആ കല്ല് തൊടാ നിന്റെ ബാപ്പ എന്നെ സമ്മതിച്ചില്ല. ഞാൻ അപ്പുറത്തിരുന്നു. നിന്റെ ഉപ്പ കഷ്ടപ്പെട്ട് സഹിച്ച് ആ കല്ല് ചുമലിലേറ്റി ആ ഉപ്പ ഇങ്ങനെ പോകുന്നത് നീ ഇവിടെ വെച്ച് ദുആ ചെയ്തപ്പോ എന്റെ കണ്ണിൽ പതിഞ്ഞു. ഞാനപ്പം കരഞ്ഞു പോയതാണ്. മോനെ നീ ഉമ്മാനെ മറന്നാലും നിന്റെ ഉപ്പാനെ ഒരു സ്ഥലത്ത് വെച്ചും മറക്കരുത്. നിന്റെ ഉപ്പ പാവമാണ്, നിന്റെ ഉപ്പ സാധുവാണ്. ഉമ്മയെ നീ മറന്നാലും ഉമ്മാക്കൊരു വിഷമല്ല. നിന്റെ ബാപ്പാനെ മറക്കരുത്, നിന്റെ ഉപ്പ പാവമാണ്. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉമ്മയെ അറഫയിൽ വെച്ച് ഈ പൊന്നുമോൻ അടച്ചുകൂട്ടി. മഹാന്മാരായ ആരിഫീകൾ ചില മഹത്തുക്കളോട് ഈ കുട്ടിയങ്ങ് ചോദിക്കുന്നു, യാ ഇമാമുൽ മുത്തഖീൻ. അറഫയിൽ നിന്ന് വരാൻ ആയ സമയം, മടങ്ങുന്ന സമയം മഹത്തുക്കളോട് ചോദിക്കുന്നു, തങ്ങളെ എന്റെ ഉമ്മയെ അറഫ വരെ ഏറ്റി നടന്നൊരു മോനാണ് ഞാൻ. അൽഹംദുലില്ലാഹ്, എത്ര ദിവസമായി? 40 ദിവസമായി എന്റെ ഉമ്മാനെ ഏറ്റി വന്നിട്ട് എല്ലാ സ്ഥലത്തും ഉമ്മാനെ ഏറ്റിക്കൊണ്ട് നടന്നവനാണ്. തങ്ങളെ യാ ഇമാമുൽ മുത്തഖീൻ, കോടിക്കണക്കിന് ആളുകൾ തടിത്തുകൂടി നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ ഈ സാധുവായ എന്നെ നരകത്തിലേക്ക് വലിക്കുന്ന ഒരവസ്ഥ വന്നാൽ എനിക്കവിടെ വെച്ച് ജുലൂദുഹും, എന്റെ ശരീരം വെന്തളിയുമ്പോ ഒരു പദം എനിക്ക് പറഞ്ഞുകൂടെ? പടച്ചവനെ, 60 ദിവസം എന്റെ ഉമ്മാനെ ഏറ്റി നടന്നൊരു ഹജ്ജ് ചെയ്ത കുട്ടിയാണ്. അത് പറഞ്ഞിട്ട് എനിക്ക് രക്ഷപ്പെട്ടുകൂടെ? ലാ യാ ശബാബ്, ലാ യാ ശബാബ്. മോനെ, നിന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു എന്ന് നീ വിചാരിച്ചോ? ഇല്ലടോ. യുവാക്കളെ, ചില ആളുകൾക്കൊക്കെയുണ്ട്, ആ ഉമ്മ നന്ദി കെട്ട ഉമ്മയാണ്, ഞാന് നന്ദി കെട്ടൊരു ഉമ്മയാണ്. ഒരു ഉംറ ചെയ്യിപ്പിച്ചു. എല്ലാവരും ഉംറക്കും ഇപ്പൊ ഉംറക്ക് കാശ് ഞാൻ കുവൈത്തിൽ നിന്ന് അയച്ചു കൊടുത്തത്. ഒരു ഹജ്ജും ചെയ്യിപ്പിച്ച തള്ളേ, എന്നിട്ടൊരു നന്ദി കാണിക്കാത്ത തള്ളയടോ, നന്ദി കെട്ട പദമാണടോ അത്. ഞാൻ എന്റെ അനുജനോടാണ് ഈ പറയുന്നത്, ജ്യേഷ്ഠ സഹോദരങ്ങളോടല്ല ഖിതാബ്. മോനെ, വൃത്തികെട്ട പദമാണ്. നിന്റെ ഉമ്മാക്ക് ഒരു ഉംറ ചെയ്യാനൊരു 40,000 രൂപ അയച്ചു കൊടുത്തുകൊണ്ട് നീ ഉമ്മാക്ക് ഒരു ഖിദ്മ ചെയ്തെന്ന് മോനെ, കടുപ്പമാണ് പറഞ്ഞത്. ലാ യാ ശബാബ്, ലാ യാ ശബാബ്. മോനെ, ഉമ്മാക്ക് നീ 60 ദിവസമല്ല
60 കൊല്ലം ഉമ്മയെ ഏറ്റി നടന്നാലും പ്രിയപ്പെട്ട നിന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ നിനക്ക് സാധിക്കില്ല മോനെ. നിന്റെ ശരീരത്തിൽ നിന്ന് 20ഓളം നരമ്പുകളെ വലിച്ചെടുത്താൽ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ മോനെ, അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോ നിന്റെ നെഞ്ചത്തുള്ള വാരിയെല്ലുകൾ മുറിച്ചു മാറ്റിയാലുണ്ടാകുന്ന വേദന അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടുണ്ട്. എടോ, നീ 60 കൊല്ലം ഉമ്മ ഏറ്റു നടന്നാലും നിന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് സഹിച്ച വേദനയിൽ 1% സഹിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ലായാ ശബാബ്, കഴിയില്ല മോനെ, സാധിക്കില്ല. ഇതാണ് എന്റെ കൂട്ടുകാരെ നമ്മുടെ ഉമ്മ. ഇനി ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ ഉമ്മ പോയി നോക്കട്ടെ. നമ്മുടെ ഉമ്മ മരിച്ചാലേ ഇനി ലോകത്തൊരു മുത്തിനെ കിട്ടില്ല. നമ്മുടെ ബാപ്പയുടെ കണ്ണടഞ്ഞാൽ അവരുള്ളപ്പോ അവരെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അവരുള്ളപ്പോ അവർക്ക് ആർക്കും തിരിയില്ല. പോയി കഴിഞ്ഞാലാണ് ആ മുത്തുകളെ കുറിച്ച് തിരിയുക. ആരുടെങ്കിലും ഉമ്മ ഈ കൂട്ടത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ആരാണ് പോയത്. ഒരു സമാധാനേ. അവസാനം ആരില്ലാത്ത ഘട്ടത്തിൽ ഉമ്മ എന്ന് വിളിച്ചാല് ഉമ്മ മോനെ എന്ന് പറയുന്ന ആ ഉമ്മ ഇല്ല എങ്കിൽ അതിന്റെ വേദന. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത്, മോനെ മന്ദഅലി അബവൈഹി ഫീ കുല്ലി യൗമിൻ 5 മർറാത്ത്, ഉമ്മാക്ക് നീ 5 പ്രാവശ്യം ദുആ ചെയ്യാതെ നീ ഉറങ്ങരുത്. നിന്റെ ഉപ്പാക്ക് 5 പ്രാവശ്യം ദുആ ചെയ്യാതെ ഉറങ്ങിപ്പോകരുത്. മുഹമ്മദുർ റസൂലുള്ളാഹ് മിൻ 70 നൗഅൻ മിനൽ ബലാ. എന്റെ സഹോദരങ്ങളെ, ഒരു പ്രിയപ്പെട്ട ഉമ്മയെ, നല്ല വിഷമമുള്ള ക്ഷീണമുള്ള രോഗമുള്ളൊരു ഉമ്മ, പ്രായം ചെന്നൊരു ഉമ്മയാണ്. നല്ല പുതിയ വീടെടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ മാർബിൾ പതിച്ച വീട്. ആ വീട്ടില് സാധുവായ ഉമ്മ ചുമ കൂടിയപ്പോ ഉമ്മ മൂത്രൊഴിച്ചു. ഇത് ഞാൻ പറയുന്നത് റസൂലുള്ളാഹിന്റെ മക്കളെ ഉസ്താദുമാരെത്തി കേട്ടുകളിവല്ലട്ടാ. ഈ ഉമ്മാൻ എനിക്കറിയാം, തഹജ്ജുദ് ഒഴിവാക്കാത്ത ഉമ്മയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ ഈ ഉമ്മ ചുമ കൂടി അവിടുന്ന് ചുമച്ച് ആ ചുമയില് നമ്മളുടെ ചെറുപ്പക്കാരായി നമുക്ക് സഹികെട്ട് നമ്മൾ ചിലപ്പോൾ മൂത്രമൊഴിക്കും. ഈ ഉമ്മ മൂത്രമൊഴിച്ചു. അപ്പോ ഈ മോൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യ പറഞ്ഞുപോയി, നിങ്ങൾ എന്ത് നല്ല വീടെടുത്തിട്ട് എന്താ ഉമ്മ വരാന്തിയിൽ അതാ മൂത്രമൊഴിച്ചിട്ടുണ്ട്, പോയി വെക്കുന്നതാണ്. ആ ദേഷ്യത്തിൽ അവനങ്ങ് പോയിട്ട് ഉമ്മ കസാലിലിരിക്കുന്ന ഉമ്മ എടുത്ത് എന്താണ് ഉമ്മ ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ എടാ ചുമച്ചപ്പോ മൂത്രമൊഴിച്ചോടാ. ഒരൊറ്റടി ഉമ്മാന്റെ മുഖത്ത്. ആ ഉമ്മ വീണു. ആ ഉമ്മയുടെ തല പൊട്ടി. ഉമ്മാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. എടോ എന്റെ അനുജാ, ഈ കൈ പുടുക്കളരിക്കില്ലേ? എന്റെ അനുജന്മാരെ, ബാപ്പാനെ കൊന്ന് അതിന്റെ അലയടി തീർന്നിട്ടില്ല. ഒരു ഉപ്പാനെ കൊന്ന് മീഡിയകളിൽ അതിന്റെ അലയടി തീർന്നിട്ടില്ല. ബാപ്പാനെ കൊന്നു. ഞാൻ ചോദിക്കട്ടെ, പള്ളിക്കാട്ടിൽ ആ മക്കൾ കിടക്കുമ്പോ ഉപ്പാനെ കൊന്ന മക്കളായിട്ടല്ല കിടക്കുക. റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്ന ബാപ്പാനെ കൊന്ന മക്കളായിട്ടല്ലേ? ബാപ്പാനെ കൊല്ലുന്ന കാലം ഉമ്മാന്റെ മുഖത്തടിച്ചു എന്ന് പറഞ്ഞ ഈ വിരലുകൾ എന്തിന് പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യുവാക്കളെ, ഞാൻ ആ ഭാഗങ്ങൾ നീട്ടാൻ എനിക്ക് സമയമില്ല. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചൊല്ലു സഹോദരങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പെറ്റ ഉമ്മയെക്കാളും ഭാര്യമാർക്ക് ചെറിയ പദവി കൊടുക്കുന്ന ഏത് പ്രഭാഷണം നടത്തുന്ന മുസ്ലിയാറാവട്ടെ, കഅബാലയത്തിന്റെ കില്ല പിടിച്ച ഹാജിയാവട്ടെ, പാൽക്കടല പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്ന് അല്ലാ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കാൻ ഭാഗ്യം ലഭിച്ച സുഖകരായ ആളുകളാണോ? മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. സാധുവായ പാവപ്പെട്ട ഉമ്മയെക്കാളും ഭാര്യമാർക്ക് പദവി കൊടുക്കുന്ന ഏത് മനുഷ്യനും അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അവൻ ശാപത്തിന്റെ ഉടമയാണ്. ഖാല റസൂലുള്ളാഹി, അവൻ ശാപത്തിന്റെ ഉടമയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. കടുപ്പനായില്ലല്ല ആ കുട്ടി പോയതും തെറ്റിട്ട് പോയതല്ലോ.
പെണ്ണെട്ടി അടുത്ത് പെണ്ണെട്ടിയാളെ തോന്നുന്നു. പ്രവർത്തകരായിരിക്കും ഒന്ന് വർക്കത്തെ കേട്ടെ. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പെറ്റ ഉമ്മയെക്കാളും ഭാര്യമാർക്കൊരു ഞാനത് പറഞ്ഞ വലിയ കടുപ്പം തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാര് എന്തൊരു വൃത്തികെട്ട. ഞാൻ മുമ്പ് ഇവിടെ വന്ന് ഞാൻ ഇതിന്റെ പക്ഷെ ഭാര്യ ഭർത്താവിന്റെ മുഖത്തടിച്ചു എന്ന് കേട്ടപ്പോ ഒരു വല്ലാത്ത വിഷമല്ലാതിരിക്കുവോ? അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ വിളിച്ചിട്ടാണ്, മക്കളെ നിങ്ങൾ ആ ഉമ്മാനോട് പോയിട്ട്, ആ താത്താന്നാ ഞാൻ പറഞ്ഞത്, അവിടുത്തെ ഭാഷ അങ്ങനെയാണ്, ആ താത്തയോട് പോയിട്ട് പറയും നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചത്? മാപ്പിള കുട്ടികളല്ലേ, അവർക്ക് ആകാശഭൂമി വല്ലതും അറിയാം. അവർ ഓടി. എന്നിട്ട് അവരെ വകന്ന് കൂട്ടിക്കൊടുക്കും ചെയ്തു. വയതിനെന്ന ഉസ്താദ് പറഞ്ഞാണ് അവറ്റങ്ങളെ വക. എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. മൂക്കത്തടിച്ചിട്ട് ഹബീബെ ഈ പത്തിരി മച്ച ചട്ട കണ്ടല്ലോ, അതുകൊണ്ട് അടിച്ചിട്ടുള്ളതേ. എന്നിട്ട് ആശുപത്രി കിടക്കുക. അപ്പൊ പെണ്ണ് കൊടുത്ത മറുപടി എന്താ അറിയോ? മക്കളെ കൂർക്കമ്പല് കുറച്ചോ അവർ അപ്പൊ ഒന്ന് കൊടുത്തു. വല്ലാത്തൊരു അതാപിട്ട. ഇതിന് കല്യാണം കഴിച്ചവർ ആരെങ്കിലൊക്കെ പെരുന്നാളായിട്ട് നാട്ടിൽ പോണ്ടെങ്കിലേ ഒന്ന് ശ്രദ്ധിച്ചാളി. ഒരായത്തിനെ കുറിച്ച് ഓതി കടന്നോളി. എവിടുക്കാ കിട്ടുക, എപ്പോഴാ കിട്ടുക, ഒരു പിടുത്തുണ്ടാവില്ല. ഞാൻ തമാശ കൂടെ കാര്യം പറയാം. ഒരായത്തിനെ കുറിച്ച് ഇനി ഇവിടെ ഭാര്യയും ഭർത്താവും ജീവിക്കണ്ടേ, ഇവിടെ ഒരു ആയത്തിനെ കുറിച്ച് ഓതി കടന്നോളി. ഉള്ളതങ്ങ് പറയണല്ലോ. എന്തൊരു ആദാബ് എന്ന്. മൂക്കത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? കൂർക്കം വലിച്ചതിനെ അടിച്ചു എന്ന്. ഇനി എവിടുക്കാൻ നമ്മൾ പോവുക? കൂർക്കം വലി ആർക്കാ ഇല്ലാത്തത്? അതിനൊക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ആദാബെന്നല്ലേ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, അപ്പൊ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ചതിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചിലപ്പോ എന്റെ ഒരു പ്രഭാഷണ CD-യിൽ നിങ്ങൾ കേട്ട് കാണും. ഗ്യാസും കുറ്റി ഏറ്റി നടന്നിട്ട് ഭാര്യയ്ക്കൊരു വീടുണ്ടാക്കി കൊടുത്ത ഒരു സാധു മനുഷ്യൻ. അയാൾ എനിക്കറിയാം, കൊണ്ടോട്ടി ഭാഗത്തുള്ള സാധുവാണ്. ഞാൻ ആളെ പേരൊന്നും ഇപ്പൊ പറയണ്ട. അത് പറയുന്നതിൽ നല്ല കാര്യമല്ലത്. സ്വന്തം ഭാര്യയ്ക്ക് ഗ്യാസും കുറ്റി ഏറ്റി നടന്നിട്ടേ റിയാദിൽ നമ്മുടെ ജിദ്ദക്കടുത്ത് ഈ കുംഫുടയിലേക്ക് പോകുന്ന വഴിയിൽ അല്ലൈസി എന്നൊരു സ്ഥലമുണ്ട്. ആ സാധുവിന്റെ റൂമിൽ ഞാൻ ഒരിക്കൽ ചെന്നപ്പോ 16 മണിക്കൂറാണ് അയാൾ ബൂഫിയയിലെ, ഇവിടെ എന്താ കഫ്തീരിയ എന്നല്ല പറയാ, ഇവിടെ ബൂഫിയ എന്ന് ചെറിയ ചായക്കടക്ക് എന്താ പറയാ, കഫ്തീരിയ എന്ന് പറയില്ലേ? അപ്പൊ കഫ്തീരിയ ജോലി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടത്. അപ്പൊ കഫ്തേരിയ എന്നറിയാം. ഇയാള് 16 മണിക്കൂറാണ് ഇയാളെ ജോലി. അപ്പൊ 16 മണിക്കൂറിന്റെ ഇടയിൽ ഉച്ചക്ക് ശരീരം ഒഴിവുണ്ട് ഈ മനുഷ്യന്. അങ്ങനെ വെള്ളിയാഴ്ച ആൾക്ക് ഒഴിവാണ്. ഇവിടെ പെരുന്നാൾ ഒഴിവില്ലാത്ത ആളുകളുണ്ട് കേട്ടാ. ഞാൻ അലിക്കാനോട് ഞാൻ തഞ്ചേർത്ത് അലിക്കാനോ കുറെ കളിയാക്കി. പെരുന്നാൾക്ക് ഒഴിവില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അല്ലാഹു തആലക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നതേ, ഈ മനുഷ്യന് വെള്ളിയാഴ്ച ഇയാള് ഗ്യാസും കുറ്റി ഏറ്റിട്ട് അപ്പം ചോദിച്ചു, ഒരു ഗ്യാസും കുറ്റി എവിടേക്കാ കൊണ്ടുപോകും? തൊട്ടടുത്ത റൂമുകളിലെ. അപ്പൊ ഒരു ഗ്യാസും കുറ്റി ഏറ്റ് എന്ത് കിട്ടും വെച്ചപ്പോ 5 റിയാല്. 5 സൗദിയിലെ റിയാലട്ടെ, 5 റിയാല് കിട്ടും. ഞാൻ ചോദിച്ചു നിങ്ങൾ ദിവസം ഈ വെള്ളിയാഴ്ച എത്ര ഗ്യാസും കുറ്റി? 25 ഏറ്റുന്നത്. 25 റൂമിൽ ഏറ്റിട്ടുണ്ട്. 125 റിയാല് കിട്ടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇങ്ങനെ ഗ്യാസും കുറ്റി ഏറ്റിട്ട് ഈ കാണാൻ 2ാം നില 3ാം നിലയ്ക്കൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ കഷ്ടപ്പെടണം. അപ്പൊ ആള് പറയാ, എന്റെ ഉമ്മ ബാപ്പ 2 മരിച്ചു, 2 ഖബറും കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ടിക്കറ്റിന് പൈസ അല്ല ഉസ്താദേ. എനിക്കൊരു മോളുണ്ട്, 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രി റൂമിൽ കൂടുമ്പോ ഞാൻ കൊടുത്ത മഹറായ 2 വള, അതല്ലാത്ത ഒരു മോതിരെങ്കിലും ആ പെണ്ണിന്റെ കയ്യിലില്ല. അത്രയും പാവപ്പെട്ട ഒരു കുടുംബം. ഞാൻ ഇവിടെ വന്ന് അൽഹംദുലില്ലാഹ് ഒരു മാല കൊടുത്തയച്ചു. ആ മാല അവൾ ഇട്ടിട്ട് കഴുത്തിലിട്ടിട്ട് എന്റെ ഫോട്ടോ കൊടുത്തയച്ചു. ഇയാളയാളെ ഭാര്യന്റെ മധു പറയാണ്. ഞാൻ വല്ലാതെ പറഞ്ഞപ്പോ ഒരു ഭാര്യന്റെ മധു വല്ലാതെ പറയണ്ടട്ടാറ്, ഞാൻ പറഞ്ഞു പോയി തമാശക്ക്. അപ്പൊ ഇയാള് പറയാ, എന്റെ ആ പെണ്ണ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണാണ്. 24 മണിക്കൂർ അവൾക്ക് ഞാനുള്ളൂ. എന്നെക്കുറിച്ച് അങ്ങനെ ഓർത്ത് ദ്വാരന്നിരിക്കുന്നൊരു പെണ്ണാണ്. ഈ മനുഷ്യനെ നിങ്ങൾ കേട്ടോളി നാട്ടുകാരെ. ഇങ്ങനത്തെ മനുഷ്യന് വീട് അതിന്റെ പണിയെല്ലാം പൂർത്തിയായി ഉദ്ഘാടനത്തിന് വേണ്ടി വരികയാണ്. ഓർക്കടങ്ങള് കരിപ്പൂരി എയർപോർട്ടിൽ ഇറങ്ങി
ഒരു ഹജ്ജ് വേളയിൽ ഞാനും അവരുമൊക്കെ ഒരു ഫ്ലൈറ്റിലാണ് ജിദ്ദയിൽ നിന്ന് കണ്ടുമുട്ടി. വാഹനത്തിൽ വെച്ച് ഫ്ലൈറ്റിൽ വെച്ച് ചോദിച്ചു, നിങ്ങളെ ആരൊക്കെപ്പോ നിങ്ങളെ അങ്ങനെ സ്വീകരിക്കാൻ വരെ ആരൊക്കെയാണ്? അപ്പൊ ഇയാള് ചോദിച്ചപ്പോ ഒന്ന് കരഞ്ഞിട്ടാ, എന്റെ ഉമ്മ വരണം, ഉമ്മ മരിച്ചല്ലോ ഉസ്താദേ, എന്റെ ബാപ്പയും മരിച്ചു, രണ്ടാളിപ്പ വരാല്ല, പിന്നെ എന്റെ ഭാര്യ 3 മക്കൾ എന്തായാലും വരും, പിന്നെ 2-3 പെങ്ങന്മാരെ കെട്ടിച്ചുവിട്ടൊക്കെ ഞാനാണ്, അവര് ചിലപ്പം വരും. ആ ചിലപ്പോ എന്ന് പറഞ്ഞപ്പോ തന്നെ എന്തൊരു പന്തികേടുണ്ട് എന്ന് ബാക്കി നിങ്ങൾ വിലയിരുത്തിക്കോളി, ഞാൻ പറയണ്ട, ബാക്കി നിങ്ങൾ വിലയിരുത്തിക്കോളി, ചിലപ്പോ വരും എന്നാണോ. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇയാൾ ഇറങ്ങണ്ടേന്ന് ഞാൻ പറഞ്ഞു, പോയി, നിങ്ങൾ എത്ര കൊല്ലം കണ്ടു വരിക, ഇയാൾ ആജിമാരെ ലഗേജൊക്കെ ഇങ്ങനെ കൊടുത്ത് സഹായിക്കുക. അവസാനം ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങിയപ്പോഴേ കൂട്ടുകാരെ 3 കുട്ടികൾ അങ്ങനെ പുറത്തുണ്ട്, ഭാര്യയല്ല, സഹോദരിമാരൊന്നും ഇല്ലാന്ന്. അപ്പൊ ഇയാൾ ഞങ്ങൾ ചോദിക്കും, നിങ്ങളെ ഭാര്യ മക്കൾ എവിടെയാണ്? അപ്പൊ ഇയാൾക്ക് കൽബ് പൊട്ടിക്കണട്ടാ, ഭാര്യ എയർപോർട്ടിൽ വന്നിട്ടില്ലേ. അപ്പൊ ഈ 3 മക്കളും ഒന്ന് അടച്ചു കൂട്ടിയപ്പോ ഇയാള് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ അയാളെല്ലാം, ഞാനിപ്പോ അയാളാ അന്നത്തെ അവസ്ഥ ഇപ്പൊ പറയുന്നില്ല, ഇയാള് മക്കളോട് വെച്ച് ഉമ്മാനെന്താ കൊണ്ടുവരാഞ്ഞത്, ഉമ്മ എവിടെയാണ്? അപ്പൊ മൂത്തത് 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉപ്പാനെ അടച്ചുകൂട്ടിയിട്ട് ഉപ്പാ, ഉമ്മ ഇന്നലെ രാത്രി വേറൊരുത്തന്റെ കൂടെ ചാടിപ്പോയി. ഓ നന്ദി കെട്ട പഹച്ചി, നാണം കെട്ടവൾ, വഞ്ചകി, വഞ്ചകി, ഭർത്താവിനെ 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി വഞ്ചിക്കുന്ന വഞ്ചകി, അല്ലാഹു നിനക്ക് മാപ്പ് തരില്ല, കാലം നിനക്ക് മാപ്പ് തരില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഒരു പെൺകുട്ടിയെയും അല്ലാഹു വെറുതെ വിടില്ല. ഞാനിപ്പോ എനിക്കത് പറയാൻ പറ്റിയ സമയം ഇല്ല. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഭർത്താക്കന്മാരെ 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരുത്തന്നെ മാറിടം തുറന്നു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടോ, ആ പെൺകുട്ടിയെ അല്ലാഹു വെറുതെ പുടുക്കളരിച്ചവൾ മരിക്കും. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. എന്റെ കൂട്ടുകാരെ, ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. എന്റെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ഉമ്മ പാവമാണ്, നമ്മുടെ ബാപ്പ സാധുവാണ്, ഈ മുത്തുകൾ അവരാണ് നമ്മുടെ എല്ലാം. അല്ലാഹു അവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, മരിച്ചവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഈ ഉമ്മയെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുമ്പോ എന്റെ യുവ മനസ്സുകളെ, കല്യാണം കഴിച്ച ഒരു മനുഷ്യനും ഉമ്മാനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ പെണ്ണിനോടൊരു വെറുപ്പ്. ഈ മുസ്ലിയാരെ പ്രസംഗം കേട്ട് നാളെ പെരുന്നാളാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞ് നാളെ നമ്മുടെ നാട്ടിൽ പെരുന്നാളാണ്. അപ്പൊ ആരുടെങ്കിലും ഉമ്മയും ഭാര്യ ഒരു ചെറിയ പ്രശ്നം, പെരുന്നാൾ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാഹു കാക്കട്ടെ, നാളെ ഇപ്പൊ പെരുന്നാളൊക്കെ വീട്ടില് നമ്മളെ ഉമ്മ റബ്ബർ ബന്ധ വായിട്ട പോലെ ഒരു ഭാഗത്ത്, നമ്മുടെ ഭാര്യ കൊബർ ബന്ധ വായിട്ട പോലെ അപ്പുറത്ത് ഇരുന്നാൽ ഇനി നമ്മളെ വീട്ടിൽ പെരുന്നാളുണ്ടാ. നിങ്ങൾ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഫോൺ ചെയ്യാൻ പറ്റുമോ? ഫോൺ ചെയ്താലും പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. ചെയ്താൽ വലിയ അതാപന്നെ. ഫോണൊക്കെ അതൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ ഒക്കെ സംവിധാനങ്ങളൊക്കെ പല രൂപത്തിലുണ്ട്. അല്ലാഹു തആല കുടുംബത്തിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ ഈ പ്രസംഗം നിർത്തുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ചിലപ്പോ മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും ചെറുപ്പക്കാരന് ഈ മുസ്ലിയാരെ പ്രസംഗം കേട്ടിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ മക്കളും അതുപോലെ തന്നെ ഉസ്താദുമാരൊക്കെ എന്നോട് കുടുംബങ്ങൾ വന്ന് ഒരുപാട് യുവാക്കൾ ഇന്ന് ഞാൻ ചില ബന്ധപ്പെട്ട ചെറുപ്പക്കാരും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ ഇവിടെ വന്നിറങ്ങിയതിനു ശേഷം നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴും 2-3 ചെറുപ്പക്കാർ വന്ന്, ഉസ്താദ് ഞങ്ങൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഇന്നതൊക്കെ പറയണം. ഞാൻ പറഞ്ഞു, ഇന്ന് പെരുന്നാൾ പ്രഭാഷണത്തിൽ ഇപ്പൊ എന്തൊക്കെ പറയാം, ഞാൻ ഇപ്പൊ എന്തൊക്കെ പറയാം, ഞാൻ പറഞ്ഞു ഒക്കെ എവിടെങ്കിലുമൊക്കെ കുറച്ച് തട്ടി പറഞ്ഞോളാം. ഞാൻ അത് വല്ല വിഷമം പിടിച്ചിറങ്ങും, അതുകൊണ്ട് ഞാൻ പറയാം. എന്റെ ജ്യേഷ്ഠൻ, ഞാൻ എന്നിട്ട് തഞ്ചൂർ ഉസ്താദിനോട് പറഞ്ഞു, തഞ്ചൂർ ഉസ്താദ് ഹബീബെ എന്ന് കുടുങ്ങണല്ല കോലുണ്ടിട്ടാ. ഞാൻ ചോദിച്ചു നോക്കി നിങ്ങൾ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ നമ്മൾ ചെയ്യാം. ഏതായിരിക്കട്ടെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് പറയട്ടെ, ഈമാനുള്ള യുവാക്കളെ, മുസ്ലിയാരുടെ പ്രസംഗം കേട്ടിട്ട് നമ്മുടെ ഭാര്യയോട് ആർക്കും ഒരു വെറുപ്പ് വന്നു പോകരുത്. പച്ച പാവമാണ്, പച്ച പാവമാണ്. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കി ദുആ ചെയ്ത് നമുക്ക് വേണ്ടി കണ്ണീർക്കിരിക്കുന്ന ആ മുത്തിനെ, ആ പാവപ്പെട്ട പെൺകുട്ടിയെ, ഈ പ്രസരിപ്പുള്ള നമുക്ക് ഈ സമയത്ത് ആ പെണ്ണിനോടൊരു കറ വന്നു പോകരുത്. പെരുന്നാളാണ്. ഉമ്മാന്റെ ആട്ടും തുപ്പും കേട്ടുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടികൾ ഉണ്ട്. കണ്ണൂർ ജില്ലക്കാർക്ക് ആ മുസീബത്ത് അല്ലാഹു കൊടുത്തിട്ടില്ല, മറ്റു ജില്ലക്കാർക്കൊക്കെ മുസീബത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു അദാബന്നെ. ഞാനത് വല്ലാതെ ആഴത്തിൽ 2 കൊല്ലം മുമ്പ് ഇവിടുന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. കണ്ണൂർ ജില്ലക്കാർക്ക് എന്താ ഈ മുസീബത്ത് കൊടുത്തിട്ടില്ല? വേറെ കുറെ മുസീബത്തുണ്ട്, അല്ലാഹു തആല കാക്കട്ടെ.
അതിനൊന്നും ഇപ്പൊ കിടക്കുന്നത്. കണ്ണൂർ ജില്ലക്കാർക്ക് മുസീബത്തല്ല കൊടുത്തിട്ടില്ല, അതൊരു ഐശ്വര്യ റഹ്മത്ത. ഞാൻ ആ വിഷയത്തിൽ ആ ജില്ലയിലെ എന്റെ രക്തങ്ങളെ സന്തോഷത്തോടുകൂടെ അവരോട് പലതും പറയാറുണ്ട്. അതൊരു ബർക്കത്ത് തന്നെയാണ്. പെരുന്നാളൊക്കെ റാത്തെ കഴിച്ചൂടെ അവർക്ക്? ഈ വല്ലാത്തൊരു മുസീബത്തിന്റെ മറ്റു വീടുകളൊക്കെ നമ്മളെ ഭാര്യയും തമ്മിൽ പ്രശ്നമാണ്, നമ്മളെ വീട്ടിലൊക്കെ അതാബന്താൻ അല്ല കാക്കട്ടെ. ഒന്ന് ആമീൻ പറയാ ബീബി, ഇങ്ങോട്ട് മുണ്ടണമില്ലല്ല, അള്ളാഹു തആല കാക്കട്ടെ. അപ്പോ ഭാര്യമാരോട് ഈ മുസ്ലിയാരുടെ പ്രസംഗം കേട്ട് ഒരാൾക്കൊരു വെറുപ്പുണ്ടായി പോകരുത്. സാധുക്കളാണ്, പാവങ്ങളാണ്, എന്തെങ്കിലൊക്കെ വന്നു പോയാൽ അഫ്വ് ചെയ്യണം. എത്ര തെറ്റ് ചെയ്ത അടിമക്ക് അല്ലാഹ് അഫ്വ് ചെയ്തു. നമ്മളെ പെണ്ണ്, നമ്മുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കുന്ന പെണ്ണ്, നമ്മുടെ വിയർപ്പിന്റെ നാറ്റം കൊണ്ട് അടിച്ചു വീശുന്ന ബനിയൻ തൊട്ട് മറ്റ് പലതും കഴുകി വൃത്തിയാക്കി തേച്ചു തരുന്ന നമ്മുടെ ആ പെണ്ണിനോട് ചെറിയ കൃപ കാണിക്കണം. പാവങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ ചില പ്രഭാഷണത്തിൽ കേട്ട് കാണും. ഒരനുഭവം എന്ന നിലക്ക് തന്നെ ഒരു രംഗം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് പാവപ്പെട്ട ഫലസ്തീനുകൾക്ക് വേണ്ടി റസൂലുള്ളാഹിന്റെ മക്കളെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, പാവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനിവിടെ ഒരു പ്രാവശ്യം വരുമ്പോ ആ രംഗം നേരിൽ കണ്ട് അനുഭവിച്ചു വന്ന് പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്റെ സംഘകുടുംബത്തിൽ ഒരു മാന്യ സഹോദരൻ, അവന് ചെറിയ അപകടത്തിൽപ്പെട്ട് അവനെ കാണാൻ വേണ്ടി പോയി. അവന് കാര്യമായി പരിക്കൊന്നുമില്ല. അവനെ കണ്ടു മടങ്ങിയപ്പോ ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നു. അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ബസ് അപകടത്തിൽപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉറക്കു വരുന്നില്ലല്ല? ഇതൊന്ന് കേട്ടിട്ട് ഉറങ്ങി, ഇതും കൂടി കേട്ടിട്ട് ഉറങ്ങിക്കോളെ. ഇത് മാത്രം കേൾക്കും, ഇത് പുരുഷന്മാര് കേൾക്കേണ്ടത്. എല്ലാവരും കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് ഉണർന്നിരിക്കും, കല്യാണം കഴിക്കാത്തവരും ഉണർന്നു നിന്നോളി. എന്നാൽ ഇത് കെട്ടുമ്പോഴേലും ശ്രദ്ധിക്കാനോ, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. അപ്പോ ഞാൻ പറയുന്നതേ, ഒരു മനുഷ്യനിങ്ങനെ പിടയാന്ന് ഞങ്ങൾ 3-4 ഉസ്താദുമാര് കാഴ്ച കാണുകയാണ് കേട്ടാ. ഒരു മനുഷ്യൻ വേദന കൊണ്ട് പുളകി മറിയുമ്പോ അയാളെ ഭാര്യ തലഭാഗത്തിരുന്ന് മുഖം അങ്ങനെ തടവിക്കൊടുക്കുന്നു. ഒരു ഭർത്താവ് അപകടത്തിൽപ്പെട്ട് നാട്ടുകാരെ, ഈ പറയുന്ന ഞാനും ഒക്കെ ഒരു ചൂടനൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ തന്നെ നമ്മളൊക്കെ അല്ലാഹു തആല നമ്മളൊക്കെ പൊറുത്തു തരട്ടെ. അത് കണ്ടതിന് ശേഷം ചൂടാകാനൊന്നും പോകാറില്ല. ചൂട് വരും, എപ്പോ അത് ഓർമ്മ വരും. ആ മെഡിക്കൽ കോളേജ് രംഗം ഓർമ്മ വരുന്നു. അപ്പൊ ഈ മനുഷ്യന്റെ മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുക കേട്ടാ. ആ സമയത്ത് ഇയാൾ കാഷ്ടിച്ചു. ഒരു ഭർത്താവ് കാഷ്ടിച്ചപ്പോ ഈ പെണ്ണ് പേപ്പർ അവിടെ ഉണ്ട്, പ്ലാസ്റ്റിക് കവറുണ്ട്, 2 പെണ്ണെടുത്തില്ല. സ്വന്തം കൈകൊണ്ട് ഭർത്താവിന്റെ കാഷ്ടം എങ്ങനെ വടിച്ചെടുത്തു. ഭർത്താവിന്റെ കാഷ്ടം നാട്ടുകാരെ ഈ പെരുന്നാൾ ദിവസം നേർക്കുനേരെ റഅയ്തു ബിഐനയ്യ, ഈ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച പറയാ. ഈ മുസ്ലിയാർ ഒരു കേട്ടുകേൾവി പറയുകയല്ല. ഈ മനുഷ്യൻ, ഈ പെണ്ണ് സ്വന്തം കൈകൊണ്ട് ഭർത്താവിന്റെ കാഷ്ടം എങ്ങനെ വടിച്ചെടുത്തിട്ട് ബാത്റൂമിലേക്ക് പോയി. ഒരു ബക്കറ്റിൽ വെള്ളമായിട്ട് വരുന്നു, ഒരു കൈകൊണ്ട് ഒടിക്കുന്നു, 2ാമത്തെ കൈകൊണ്ട് ചെറിയ കുട്ടികളുടെ ഗുഹ്യസ്ഥാനം കഴുകി കൊടുക്കുന്നത് പോലെ ഈ പെണ്ണങ്ങനെ കഴുകി കൊടുക്കുമ്പോ ആ മനുഷ്യൻ പെണ്ണിന്റെ മുഖത്ത് നോക്കി. ആ മനുഷ്യനുണ്ട് കരച്ചിൽ. അയാളെ തലക്കൊരു കോട്ടല്ല. ആ മനുഷ്യനെ അവിടുന്ന് ഒരൊറ്റ ദുആ, പഠിച്ചവനെ എന്റെ ഭാര്യക്ക് സ്വർഗം കൊടുക്കണേ അല്ലോ, എന്റെ പെണ്ണിന് സ്വർഗം കൊടുക്കണേ അല്ലോ എന്ന് കരഞ്ഞ് അങ്ങ് ദ്വാരുന്നിട്ട് അവളോട് ചോദിക്കുക, ഞാനിപ്പോ അനക്കൊക്കെ ഭാരമായില്ലേ? ഞാൻ എല്ലാവർക്കും ഭാരമായോ? ഒരൊറ്റ അപ്പ പെണ്ണെ, ഞാനുണ്ട് നിങ്ങൾക്ക്, നിങ്ങളെ മൂത്രം കാഷ്ടൊക്കെ ഞാൻ പഠിച്ചെടുത്ത് ഞങ്ങളെ നോക്കും. അല്ല ശിഫയാക്ക അങ്ങനെ ദ്വാരക്കുകയും നിങ്ങൾ ഈ വിഷയത്തിലൊന്നും കരയരുതിട്ടാ, ഞാനുണ്ടല്ലോ നിങ്ങൾക്ക്. എന്റെ സഹോദരങ്ങളെ, മൂത്രത്തിൽ കിടന്നാ നമ്മളെ പെണ്ണ് ആരാണെന്ന് തിരിയും. നമ്മുടെ ഉമ്മാക്ക് പരിധിയുണ്ട്, പെൺകുട്ടികൾക്ക് പരിധിയുണ്ട്, സഹോദരിമാർക്ക് പരിധിയുണ്ട്. നമ്മളെ പെണ്ണ് പാവമാണ്. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യൻ ഈ മുസ്ലിയാരെ പ്രസംഗം കേട്ട് ഉമ്മാനെ കുറിച്ച് ഞാൻ വല്ലാതെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഉമ്മയും ഭാര്യ എന്തെങ്കിലും വാക്കേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനോടൊരു കറ കാണിക്കരുത്. പച്ച പാവമാണ്. മൂത്രത്തിൽ കടന്ന നമ്മൾ മൂത്രം അങ്ങനെ വടിച്ചെടുക്കുമ്പോ അന്നാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാര്യമാരാരാണെന്ന് തിരിയുക. ആ സാധുക്കൾ ആരും മറക്കരുതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല സജ്ജനങ്ങൾ പെടുത്തി തീരുമാറാവട്ടെ. കുടുംബത്തിൽ ജീവിതത്തിലൊക്കെ അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. തദക്കർ അത്ഫാലുൽ ഫിലസ്തീൻ ഫഇന്നഹും യൽതമിസൂന മിൻകും അദ്ദുആ. തദക്കർ അത്ഫാലുൽ ഫിലസ്തീൻ,
പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെ ഞങ്ങളൊന്ന് ഓർക്കണം. അവര് പെരുന്നാൾ നാളെ. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ എയർപോർട്ടിൽ വെച്ച് ഒരു അറബി പത്രം വായിച്ചു. ഒരു അറബി പത്രത്തിലെ ഒരു തലവാചകമാണ് ഞാനിപ്പോ ഇന്ന് രാവിലെ ഞാനും തഞ്ചേരി ഉസ്താദൊക്കെ ഒരു പള്ളിയിൽ ചെന്ന് നമ്മുടെ ഒരു ഓഫീസിൽ ചെന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ പത്രം ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വായിച്ചതാണ്. നാളെ പെരുന്നാളാണെങ്കിൽ ഞാൻ എന്റെ ആകത്തുക പറയാം. ആ പത്രത്തിൽ എഴുതിയ ലേഖനത്തിന്റെ ആകത്തുക, നാളെ പെരുന്നാളാണ് എങ്കിൽ മുസ്ലിമീങ്ങളെ, ഫലസ്തീനിലെ പൊന്നുമക്കളുണ്ട്. ആ മക്കളുടെ ഉമ്മ മരിച്ചിരിക്കുകയാണ്. ആ മക്കളുടെ ബാപ്പയും മരിച്ചിട്ടുണ്ട്. അവരാശുപത്രിയിൽ പിടയുന്നുണ്ട്. അതുകൊണ്ട് ആ ഫലസ്തീനിലെ മക്കൾ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് പെരുന്നാളിനൊരു നല്ല ഭക്ഷണം അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ദുആ മാത്രമാണ്. രണ്ടാമത് ആ മനുഷ്യൻ എഴുതിപ്പോയി, നിങ്ങൾ പെരുന്നാൾ കഴിക്കുമ്പോ ഭർത്താവിന്റെ 3 കഴിക്കുന്ന ഭാര്യയുണ്ട് നാളത്തെ ദിവസം. അത് വല്ലാതെ തേട്ടിപ്പോയി സഹോദരങ്ങളെ. ഭർത്താവ് മരിച്ചിട്ട് 3 ദിവസമായിട്ടുള്ളൂ, 3 ഭർത്താവ് മരിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞ് 7 കടിക്കുന്ന പെൺകുട്ടികളുണ്ട് എന്ന് വെച്ചാൽ 7ഉം 3ഉം കടിക്കുന്ന അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്. അവര് എഴുതിയിരിക്കുന്നത് ഭർത്താവ് മരണപ്പെട്ട് 3ാമത്തെ ദിവസം നാളെ പെരുന്നാളിന് തികയുന്നവർ, ഉമ്മയും ബാപ്പയും പിടഞ്ഞ് മരിച്ചത് കണ്ട് 3 ദിവസം തികഞ്ഞവരുണ്ട്, 5 ദിവസം തികഞ്ഞവരുണ്ട്. അതുകൊണ്ട് തദക്കർ അത്ഫാൽ ഫിലസ്തീൻ, ആ ഫിലസ്തീനിലെ പാവങ്ങളെ നിങ്ങൾ ഓർക്കണേ. നാളത്തെ ദിവസം ഫഇന്നഹും യൽതമിസൂന മിൻകും ദുആ. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരാശയം ആ സഹോദരൻ എഴുതിപ്പോയി അടിക്കുറിപ്പിൽ. അവർക്ക് നിങ്ങളോടൊന്ന് വിളിച്ചു പറയാൻ പോലും സ്വാതന്ത്ര്യമില്ല. അവർക്ക് നിങ്ങളോടൊന്ന് വിളിച്ചിട്ട് ദുആ ചെയ്യണമെന്ന് പറയാൻ ആ ഫലസ്തീനിലെ മക്കൾക്ക് അവസരമില്ല. അത്രമാത്രം വടിമുട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് പെരുന്നാളിനവരെ നിങ്ങൾ മറക്കരുതേ, ആ സാധുക്കളെ നിങ്ങൾ മറക്കരുതേ എന്ന് ഇന്നൊരു കുറിപ്പ് വായിച്ചപ്പോ ഖൽബ് പൊട്ടി. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു തആല അവർക്ക് ഹിഫ്ള് നൽകട്ടെ. ഫിറഔനിനെ വിറപ്പിച്ച അല്ലാഹുക്ക് കഴിയാത്തൊന്നുമില്ലല്ലോ. പടച്ചവനെ, ആ പാവങ്ങളെ നീ സഹായിക്കണേ അല്ലാ. സഹോദരങ്ങളെ, നാടിന്റെ നാനാഭാഗത്തും കഷ്ടപ്പെടുന്നവരുണ്ട്, നാടിന്റെ നാനാഭാഗത്തും വേദനിക്കുന്നവരുണ്ട്. 1-2 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ ഗൗസുൽ ആലമിന്റെ അരികിൽ ഞങ്ങൾ 42 പേര് സിയാറത്തിന് പോയി. 42 പേര് ഓർക്കുന്നു. സിയാറത്ത് കഴിഞ്ഞ് ഗൗസുൽ ആലമിന്റെ മക്കാമിൽ സിയാറത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എന്റെ സഹോദരങ്ങളെ, ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുന്നു. 22-23 വയസ്സ് ചെറുപ്പക്കാരൻ, ആരോഗ്യമുള്ളവൻ, ചോദിക്കാൻ ഒരു ലജ്ജയുണ്ട്. അവനങ്ങനെ വന്ന് ഒരു ഇടന്നോട്ടം, അങ്ങനെ എന്താ അറിയാ, അവന് കഴിക്കാനല്ലാന്ന് അവനെങ്ങനെ ഒരു എത്തി നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വയസ്സ ആജിണ്ട്. ആജേര് മലയാളി സാധുവല്ലേ, ആജേരാളെ വിളിച്ചിട്ടേ കണക്ക് ചായ വേണോ മലയാളത്തിൽ ചോദിക്കുക. ഒരു അറബിക്കുട്ടിനോട് ചായ വേണോ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അവനങ്ങനെ നോക്കി നിന്നു. അവനെ കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിച്ചു. അപ്പം വന്നു. അവനെ തൊട്ട് ഒരു ഇറാഖി കുട്ടിയാണ്. അവനെ അടുത്തിരുത്തി 2 പൊറാട്ട വാങ്ങിക്കൊടുത്തു. അപ്പൊ ഒരു പൊറാട്ട കുട്ടി കഴിച്ചിട്ട് 2ാമത്തെ പൊറാട്ട എടുത്ത് ആജേരോട് ചോദിക്കുക, നിന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ? എന്റെ ഉമ്മാക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആജേർക്ക് അറിയൂല. ആജേർ ചോദിക്കുന്നത്, എന്തേ കുട്ടി പറയുന്നു? ആജേരെ, ആ പൊറാട്ട അതിന്റെ ഉമ്മാക്ക് കൊടുക്കട്ടെ എന്നാ ചോദിക്കണത്. എന്താണ് എന്റെ സഹോദരങ്ങളെ, ഒന്നുമില്ലാതെ ഉമ്മയും 3-4 മക്കളും അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, പെരുന്നാളിന് നാം നമ്മുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെ നല്ലോണം കഴിക്കുക. പക്ഷേ അതിര് വിട്ടുപോകരുത്. അതിര് വിട്ടാൽ നാളെ ഭാര്യയ്ക്ക് വിളിച്ചു പറഞ്ഞോളി, മക്കളോടൊക്കെ വിളിച്ചു പറഞ്ഞോളി. നാളെ പെരുന്നാളിന് അതിര് വിട്ട് കഴിഞ്ഞ അല്ലാഹു തആല, നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥകൾ പല രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരും റബ്ബിനെ മറക്കണ്ട. ഞാനിപ്പോ അത്രേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. ആരും അത്രേ നമ്മുടെ റബ്ബിനെ മറക്കണ്ട. നാളെ ഈ ഗതി നമുക്ക് വരുമോ? ഇത് ഭാര്യയോട് മക്കളോടൊക്കെ ഒന്ന് വിളിച്ചു പറയുന്നത് നല്ലതാണ്. പടച്ചവനെ, ആ പാവപ്പെട്ട മക്കൾക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ, അർഹമുർ റഹീമേ. ആ ഫലസ്തീനുകളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി റസൂലുള്ളാഹിന്റെ മക്കളെ കൊണ്ട് നമുക്ക് ദുആ ചെയ്യിപ്പിക്കണം. നമുക്ക് പ്രസംഗം നിർത്താം. അല്ലാഹു പറഞ്ഞതും കേട്ടതും നല്ലൊരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ.
പടച്ചവനെ ഞങ്ങളൊക്കെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. നിന്റെ പരീക്ഷണത്തിന് വിധേയമാകാനുള്ള കെലിപ്പ് ഞങ്ങൾക്കില്ല റഹ്മാനെ. ഞങ്ങളെല്ലാ സ്ഥലത്തും നിന്റെ ഹിഫ്ളിന്റെ അകലുകാരിൽപ്പെടുത്തണേ അല്ലാ. എന്റെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി ദുആയിൽ പെടുത്തണമെന്ന്, പരസ്പരം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2 വർഷം മുമ്പ് ഞാൻ നിങ്ങളുടെ അരികിൽ വന്നു. എന്റെ സഹോദരങ്ങളെ വഴിമുട്ടുമ്പ് വരുന്നതാണ്. കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ല. അപ്പൊ അന്ന് തീരെ ഇതെങ്കിലും എന്നാലും ഒത്തുപോയി. ഇക്കൊല്ലം വഴിമുട്ടിയപ്പം കൊണ്ട് വരികയാണ്. മാർഗങ്ങളില്ല, നിങ്ങൾക്ക് വെറുപ്പൊന്നും വേണ്ട, നിങ്ങള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ദ്വാരക്കും വേണം. ഒരു വിഷമം വ്യക്തിപരമായി ഇപ്പൊ ഞാൻ ഈ പെരുന്നാളിന് തഞ്ചേരി ഉസ്താദും എന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പെരുന്നാളിനിപ്പോ ഇങ്ങനെ നേരെ അങ്ങോട്ട് വരണ. ഒരു വ്യക്തിപരമായി ഒരു ബാധ്യത എനിക്കില്ല, ഒരാൾക്കൊരു 10 ദിവസം കടം കൊടുക്കാനില്ല. അള്ളാഹു ഒരു വിഷമവും തന്നിട്ടില്ല. ഞാനൊരു ചെറിയ 10-20 പുസ്തകങ്ങളൊക്കെ എഴുതി ഒരുത്തനാണ്. അപ്പോ ഒരു പുസ്തകം എഴുതിയിട്ട് ഒരു കട്ടൻ ചായ ഞാൻ വാങ്ങി കുടിച്ചിട്ടില്ല. 10-20 പുസ്തകം എഴുതിയിട്ട് അതൊക്കെ ഈ യതീമക്കളും അഗതികളും അവരുടെ ഭക്ഷണത്തിലേക്ക് പോകും. അപ്പൊ എനിക്ക് ഒരു പ്രയാസം കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അള്ളാഹു താല നമ്മുടെ കടങ്ങളൊക്കെ തീർത്തു തരുമാറാവട്ടെ. അപ്പൊ ഈ വരവ് വന്നത്, ഞാൻ വന്നില്ലെങ്കിൽ 350 കുട്ടികളെ ജീവിതം മുടങ്ങും. 350 കുട്ടികൾ എന്ന് പറഞ്ഞാൽ സോപ്പ് തൊട്ട് എണ്ണ തൊട്ട് വസ്ത്രം തൊട്ട് എല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്ത് നമ്മൾ വളർത്തുന്നു. നീലഗിരി ജില്ല നീലഗിരി അഹ്ലുസുന്നയുടെ ഒരു സ്ഥാപനമാണ്. പരന്നു കിടക്കുന്ന സ്ഥാപനം, ഒരു സ്ഥാപനം, അവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല. കേരളത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പല ഭാഗത്തും അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരു കുടുങ്ങിയ സാഹചര്യത്തിൽ എല്ലാം ചൊറ്റപ്പരകള്, കൂരകള്, 1 സെന്റ് ഭൂമിയില്ലാത്ത ക്വാർട്ടേഴ്സുകളിലും മറ്റും താമസിക്കുന്ന പച്ച പാവങ്ങൾ, അതിൽ അവരുടെ മക്കളെ, അർഹതപ്പെട്ട കുട്ടികളെ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റു പലതും അവിടെ സംഭവിക്കും. അങ്ങനത്തെ മക്കളാണ് 350 കുട്ടികൾ എന്ന് പറഞ്ഞ. എന്നാ 5 മക്കൾ ഉള്ളവര് ഗൾഫ് നാടുകൾ വന്ന് 10-20 കൊല്ലം നിൽക്കുന്നവരുണ്ട്. എന്റെ സഹോദരങ്ങളെ, മാർഗങ്ങളെ, ഏതെങ്കിലും ഒരു അറബി നാട്ടിൽ നിന്നൊരു 10,000 രൂപയുടെ സംവിധാനം. അങ്ങനെ 2 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോ എന്നോട് എന്റെ സുഹൃത്ത് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാന് എന്റെ സുഹൃത്തുക്കള് നമ്മുടെ ശുക്കൂർ ഉസ്താദൊക്കെ പണ്ട് വരുമ്പോൾ തന്നെ എന്റെ മുഹിബ്ബീങ്ങളാണ്, അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ വന്നപ്പോ അന്ന് തഞ്ചേരി ഉസ്താദ്, അവർക്കൊന്ന് മറ്റുള്ളവർക്ക് ദാരിം ഉസ്താദും വരൊക്കെ നാട്ടിൽ പോയിരുന്നു. അവൻ എന്നോട് ഇവിടെ തഞ്ചേരി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കമ്മിറ്റി എടുത്ത് പോകണമെന്നാറു. അപ്പൊ കമ്മിറ്റി എടുത്ത് പോരപ്പോ ഞാൻ ചിരിച്ചു. കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ ഞാൻ UAE മൊത്തം കറങ്ങിയിട്ട് നീലഗിരി ജില്ലത്തെ ഒരാളെ കണ്ടിട്ടില്ല. നീലഗിരി പിന്നെ ഒമാനിൽ മൊത്തം കറങ്ങി. 3 ആള് സലാലിയിലുണ്ട്. പോയപ്പോ അവർക്ക് വല്ലത് അങ്ങോട്ടുണ്ടാക്കി കൊടുക്കണം തോന്നിപ്പോയി. നമ്മളെന്താ ഇപ്പൊ ചെയ്യാ? അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ അൽഹംദുലില്ലാ ഇവിടെ എന്റെ ഷമീർ തൊട്ട് നിസാമി തൊട്ട് ഒരു 3-4 ആളുകളുണ്ട്. 2 ആളിപ്പോ ഉറപ്പുള്ളൂ, ബാക്കി ഉണ്ടെന്നൊരു കേട്ടിട്ടുണ്ട്. ഉറപ്പുള്ളപ്പോ 2 ആളാണ്. അപ്പോ മറ്റുള്ളവരിപ്പോ വന്നിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ 2 കൊല്ലം മുമ്പ് ഞാൻ നേരെ തങ്ങൾ പാപ്പാനത്ത് പോയി, സയ്യിദ് തങ്ങൾ പാപ്പയുടെ അരികില്. അങ്ങനെ ഇൻഷാ അല്ലാഹ്, കാരണം അങ്ങനത്തെ ഒരു സന്തോഷം എന്നോട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൂടിയിട്ട് തഞ്ചേരി ഉസ്താവും ഞങ്ങളൊക്കെ കൂടിയിട്ട് തങ്ങളാപ്പ പ്രസിഡന്റും ഷമീർ സെക്രട്ടറിയും, അപ്പൊ എന്റെ ഒരു മുഹിബുണ്ട് സാദിഖ് ഭായ് വടകര, അവരെ ട്രഷറായിട്ട് 3 ആളെ തെരഞ്ഞെടുത്തു. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാസത്തില് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അയച്ചു തരും. ആ സംഭവം വരുമ്പോഴുള്ള കുളിർന്ന തരങ്ങള് 130 ചില്ലാനം കുട്ടികൾ മുത്താലിമിന്റെ ദർസ് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടുകാർക്ക് ഉസ്താമാർക്കൊക്കെ അറിയാം. 130 പരം മുത്താലിമീങ്ങൾ ഈ വർഷം കുറെ കോളേജിൽ പോകുന്നുണ്ട്. അപ്പോ ദർസിന്റെ അടിയിൽ കടക്കാർ വന്ന് നമ്മൾ എന്താ ചെയ്യാൻ? വലിയ പ്രശ്നം. എവിടുന്ന് ഒരു 10 ദിവസത്തെ വരുമാനമല്ല, 7 ലക്ഷം റുപ്യ എല്ലാ മാസം വേണം. ഒരു 50,000 റുപ്യ എവിടുന്നെങ്കിലും ഒരു മാസം. അങ്ങനെ സംവിധാനം ആയിട്ടില്ല. അങ്ങനെ വടിമുട്ടിയപ്പോ ഞാൻ ഈ വരവ് വന്നില്ലെങ്കിലേ എന്നോട് റബ്ബ് ചോദ്യം ചെയ്യും എന്ന പേടി കൊണ്ട് ഞാൻ ഇറങ്ങിയതാ. അല്ലെ ഈ പെരുന്നാൾ എനിക്ക് എന്റെ രക്തങ്ങളുമായി അവിടെ കൂടാമായിരുന്നു. പക്ഷേ ഈ 350 കുട്ടികൾ, ഒരു ജില്ലയിലെ അധോഗതി അങ്ങോട്ട് പറയുന്നു. ജില്ലയിലെ അവസ്ഥ, നമ്മുടെ പാവങ്ങളാണ്. ജില്ലാ ജംഇയ്യത്തുൽ ഉലമയും സംഘകുടുംബങ്ങളും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ ഇടയിലാണ് കഴിഞ്ഞ കൊല്ലം 7 പങ്ങൾ കേട്ട് കാണും, 7 പവൻ ഒക്കാത്തതിന്റെ പേരിൽ
ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങി. കല്യാണമൊക്കെ ഉറപ്പിച്ചു, ഡേറ്റ് ഉറപ്പിച്ചു, 7 പവൻ തികഞ്ഞില്ല, കല്യാണം മുടങ്ങി. അപ്പൊ ഞങ്ങള് ഇൻഷാ അല്ലാഹ് 5 പവൻ കൊടുത്ത് ഈ വർഷം നമുക്കൊരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊള്ളണം. അങ്ങ് ഇറങ്ങി. അപ്പൊ ഉസ്താദ് ഷെയ്ഖുനാന്റെ അരികിൽ ചെന്നു. ഷെയ്ഖുന പറഞ്ഞു 5 പവനാക്കണ്ട, 25,000 ഉറുപ്പ്യം കൂട്ടിക്കൊടുത്താണ്, പാവങ്ങളല്ലേ, അള്ളാന്റെ ഖജനാവ് വലുതാണ്. അപ്പൊ 5 പവന് 25,000. അവന് ഒന്നിനെ കെട്ടിക്കാറിങ്ങി. അപ്പൊ പിന്നെ കേൾക്കുന്ന 25 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരു സാധു നമ്മുടെ പ്രവർത്തകനായിരുന്നു. ആൾക്കൊരു മോളുണ്ട്, പറഞ്ഞ അങ്ങക്കൊക്കെ അറിയാം, പേര് പറഞ്ഞ, അങ്ങനെ ആ അവസ്ഥയിൽ മരണപ്പെട്ട ആളാ. ഈ ഒരു പൊതുവേദിയിൽ ഞാൻ പറയുന്നില്ല. അങ്ങനെ അയാൾക്കൊരു മോളുണ്ട്, 19 വയസ്സായിട്ടുണ്ടാകും. 25 കൊല്ലം മുമ്പ് വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാൽ നാളെ മോൾക്ക് മോളുണ്ട്, ആ മോളിൽ നിന്ന് കെട്ടിച്ചൂടെ 5 പവൻ കൊടുത്ത്? അനല്ലോ, പുതിയാപ്പിളക്ക് അവരെന്നെ ഉണ്ടാക്കും. 5 പവൻ കൊടുത്ത കുടുംബങ്ങൾ തന്നെ പുതിയാപ്പിള റെഡിയാക്കും. അവനെ 2 കുട്ടികളെ കെട്ടിക്കറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ 10 ആയിരുന്നു. 10 എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നിനെ തള്ളാൻ പറ്റൂല. 20 തായിരുന്നു. 20 കഴിഞ്ഞപ്പോ ഒരു കുട്ടിക്ക് 1.5 ലക്ഷമാണ് കേട്ടാ. 20 കഴിഞ്ഞപ്പോ അപ്പൊ 30 ലക്ഷം ഉണ്ടാക്കണം. എന്താ ചെയ്യാ? 350 കുട്ടികളെ പോറ്റ ഒരു സംവിധാനമല്ല. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ രംഗം. അപ്പൊ 21 കൊണ്ട് കഴിഞ്ഞപ്പോ അവിടെയുള്ള തങ്ങളുസ്ഥാനം ഇവരൊക്കെ കൂട്ടിപ്പോയി. അവര് ചെന്നിട്ട് ബാപ്പുണ്ട്, എന്നാ പിന്നെ അടുത്തോളം കെട്ടിക്കാൻ നിങ്ങൾ പോയി പറയും. ഞങ്ങളെ പോയിന്ന് ചെന്ന് നോക്കുമ്പോ ക്യാൻസർ പിടിച്ചെടുക്ക ബാപ്പ, ഒറ്റ രോമല്ലാതെ. ഇവിടെ ഈ തങ്ങളുസ്താവ് പറഞ്ഞു നിങ്ങളെ മോളെ കെട്ടിക്കാനുള്ള ഡേറ്റ് പറയാൻ വന്നാണ്. നമ്മളെന്താ പറയാ, കെട്ടിക്കാൻ ഒരുങ്ങിന്ന്. 30 ആയപ്പോഴാണ് ഞാൻ നമ്മളെ പത്രത്തിലൊക്കെ പരസ്യം ചെയ്തു. കനിവുള്ള കരളുണ്ടെങ്കിൽ മോമിനിങ്ങളെ 1 പവൻ തന്ന് സഹായിക്കോ. ഇപ്പൊ 45 ലക്ഷം വേണം. ഓരോ പവൻ 150 പവൻ ഉണ്ടെങ്കിൽ 30 കുട്ടികളെ കെട്ടിക്കാം. 1 പവൻ തന്ന് സഹായിക്കോ. പരസ്യം കൊടുത്തു. കല്യാണ ഡേറ്റ് വന്നപ്പോ 50 തികഞ്ഞു. 50 എന്ന് പറഞ്ഞാൽ ഒരാളെ അതിൽ നിന്ന് നമുക്ക് തള്ളാൻ പറ്റൂല. അടുത്ത കൊല്ലത്തേക്ക് നീട്ടിവെച്ച ഒന്നുകിൽ മുരടിച്ചു മരിക്കുക, അല്ലെങ്കിൽ കല്യാണം മുടങ്ങി വേശ്യകളോ മതം മാറ്റമോ. അല്ലാഹു തആല നമ്മുടെ പരമ്പരകളെ കാക്കുമാറാവട്ടെ. 50 തികഞ്ഞപ്പോ 75 ലക്ഷം വേണം. എന്ത് ചെയ്യും? എന്റെ സഹോദരങ്ങളെ, എനിക്ക് കുവൈത്ത് മറക്കാൻ പറ്റില്ല. എന്റെ സംഘകുടുംബങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ 3 പേരെ ഞാനിവിടെ വിളിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ദാരിമി ഉസ്താദ്, വടകര അബ്ദുള്ള സാഹിബ് തുടങ്ങി എന്റെ സംഘകുടുംബങ്ങളെയും മറ്റു 3 സഹോദരങ്ങളെയും ഞാൻ വിളിച്ചു. ഒരു മുഹിബി എന്ന നിലയ്ക്ക് ഞാനിപ്പോ അവിടെ പിന്നെ കൂട്ടുകാരായി ഞാൻ പറഞ്ഞ അലിക്ക ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞൊരു സഹോദരൻ വിളിച്ചു. അതുപോലെ എന്റെ ഷിഹാബി എന്ന് കോട്ടയം ഭാഗത്തുള്ള സുഹൃത്തിയപ്പോ പേര് പറഞ്ഞ് മോശമായിപ്പോയി. 2-3 ആളുകളെ ഞാൻ വിളിച്ചു. അത് അവർ അയച്ചു തരാനല്ല, നിങ്ങൾ ദ്വാരക്ക് കൽബിൽ വന്നപ്പോ 2-3 ആളുകളെ വിളിച്ചു. ഈ കുവൈറ്റിൽ നിന്ന് എന്റെ സംഘകുടുംബങ്ങൾ ഒരു കുട്ടിയെ കെട്ടിച്ചു തരാൻ വേണ്ടി അവരൊരുങ്ങി. പക്ഷേ പാടന്തറ മർക്കസിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങൾ പാപ്പയെ ഞാൻ വിളിച്ചു. തങ്ങളാപ്പ അങ്ങനെ ഉണ്ട്, അവര് ഒരു കുട്ടിയെ കെട്ടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നു. അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ കൂടെ പറയുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. കുന്നംകുളടുത്ത് കൊച്ചന്നൂരി എന്ന സ്ഥലത്ത് 3-ാം തീയതി പ്രസംഗിക്കാൻ പോകുക. 5-ാം തീയതിയാണ് 50 മക്കളെ കല്യാണം കഴിച്ചു വിടുന്നത്. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തുമ്പോ പ്രായമുള്ള 6 ഉമ്മമാര് വരാന്തിയിലിരിക്കുന്നുണ്ട് മുറ്റത്ത്. എന്താ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞത്, ഞങ്ങളെ മക്കളെ കൊല്ലം കെട്ടിക്കാൻ പറ്റൂല, അടുത്തൊല്ലം കെട്ടിക്കൊല്ലം പറ്റൂല. അപ്പൊ ഒരു ഉമ്മ പറഞ്ഞു, മോനെ 5 പെൺമക്കളാണ്, ചെറിയ പെൺകുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു മോളെ 5 പവനുണ്ടെങ്കിൽ പുതിയാപ്പിളൊക്കെ റെഡിയാണ്, അത് ഒത്തില്ലെങ്കിൽ കല്യാണം വേണ്ടാന്ന് വെക്കേണ്ടി വരും. ആ ഉമ്മണ് കരഞ്ഞു. കരഞ്ഞപ്പോ പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് സുബീക്ക് ദ്വാരക്കോ, അള്ളാന്റെ ഖജനാവ് വലുതല്ല, നിങ്ങൾ ദ്വാരക്കും ഉമ്മ, ദ്വാരക്ക മോനെ. 6 ആളോടും പറഞ്ഞു ദ്വാരക്കുന്നു. 6 പേരോടും പറഞ്ഞു നിങ്ങളെ മക്കളെ കെട്ടിക്കും മറ്റന്നാള് കൊണ്ടുവരിന്ന് പറഞ്ഞു. 57-ാമത്തത് ഉമ്മ, ഉപ്പ, ഒരാങ്ങള, ഒന്നുമില്ലാത്ത ഒരു യതീമായ പാവപ്പെട്ടൊരു പെൺകുട്ടി അലല്ലാ ഏറ്റെടുത്തു. 57 കുട്ടികളെ. ശൈഖുനയാണ് നിക്കാഹിന് വരുന്നത്. ശൈഖുന നിക്കാഹിന് വന്നപ്പോ ശൈഖുന 57 എല്ലാം റെഡിയാണോ വെച്ചു. 5 പവനൊക്കെ ഒത്തിട്ടുണ്ട്. ശൈഖുനയുടെ കണ്ണിന്ന് വെള്ളം ഒഴുകി. എന്താണ് സദസ്സിലെ നിക്കാഹങ്ങ് തുടങ്ങിയപ്പോ ഒരു കൂട്ടക്കരച്ചില്. എന്റെ യുവാക്കളെ 57 കുട്ടികളെ 5 പവനും 25,000 കൊടുത്ത് 2 മാസം മുമ്പ് കല്യാണം കഴിച്ചു വിട്ടു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജില്ലയിലെ സംഘകുടുംബങ്ങൾ കൂടി ചെയ്തതാണ്. അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ.
കല്യാണം കഴിച്ചു വിട്ടു. എനിക്ക് ഇപ്പൊ ഒന്ന് നോക്കി ഇത് പറഞ്ഞത് ഇപ്പൊ കൊടുക്കൽ, നിങ്ങൾ ഇതൊന്ന് കേൾക്കും, നിങ്ങളും മണം ഇതൊന്ന് കേൾക്കുക. അപ്പൊ എല്ലാരും അത് അയക്ക് വായിച്ചു പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോ എന്റെ സഹോദരങ്ങളെ, 57 കുട്ടികളെ നിക്കാഹ് ചെയ്തു വിട്ടു. ഇത് കഴിഞ്ഞപ്പോഴേ ഈ കുട്ടികൾ 350 കുട്ടികളെ പോറ്റാൻ ഈ ബാദിലൊക്കെ കൈയിട്ടുന്നു. എന്നെ ബാദിൽ ക്ഷണിക്കുന്നതിനെ ഒന്നിരിക്കും മദ്രസക്ക്, പള്ളിക്ക്, അങ്ങനെ നാട്ടിലൊക്കെ ബാദിന് പോകാറില്ലേ, അല്ലെങ്കിൽ ഓഫീസ് ഉണ്ടാക്കുക, അങ്ങനെ പോവും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കൈയിട്ടും. അപ്പൊ ഈ കുട്ടികളെ ഭക്ഷണത്തിക്കും വല്ലതും കിട്ടും. അത് ഈ സമയത്തൊന്നും കഴിഞ്ഞില്ല. 35 ലക്ഷത്തോളം ഉറപ്പിക കുട്ടികളെ ഭക്ഷണത്തിന്റെ വകുപ്പ് മാത്രം തീർക്കാനുണ്ട്. നല്ലോണം ഞാനിപ്പോ എന്ന് വന്നതറിയോ, ദർസ് 20 കൊല്ലമായി ദർസ് നടത്തുന്നു. ദർസിന്റെ അടിയിൽ പോകാറില്ല. പക്ഷേ ഞാൻ വന്ന് ഷാബാൻ വന്നിട്ട് എന്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് വന്നു. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് തഞ്ചീർസ്ഥാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ബെരന്നെ വേണ്ടാരോ, ബെരനാണ് അവിടുത്തെ അവസ്ഥ എനിക്കറിയാം, പിരിവിന്റെ അവസ്ഥകളൊക്കെ. അപ്പൊ ഞാൻ വരാനാ പറ്റൂല, ഞാൻ വരും. അള്ളാന്റെ കോടതി വലുതല്ല, ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു ദുആ കിട്ടിപ്പോകാലോ. അങ്ങനെ വന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ദാഹിച്ച് പിടയുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ എങ്ങനെയാണ്? അതുപോലെയാണ് ഈ 350 കുട്ടികൾക്കൊരു ഭക്ഷണം കൊടുത്താൽ. വേറെ സംവിധാനമൊന്നുമില്ല, മാർഗമില്ലാത്തത് കൊണ്ട് വരിക. നിങ്ങൾ സഹായിക്കണം. ഇന്ന് പകല് 11 ആളുകൾ ഓരോ കുട്ടിയെ 6 മാസം 1 വർഷത്തേക്കൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പടച്ചവനെ, നീ അവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, 2 കൊല്ലം മുമ്പ് നിങ്ങളോട് ഞാൻ കൈ നീട്ടി. ആ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായിച്ചു, നിങ്ങൾ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു നിർണായക ഘട്ടത്തിൽ വന്നതാ. ഷഅബാൻ 4-ന് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ 2 മാസമാകാൻ പോകുക. മാർഗം ഒക്കാത്തുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ്. ഈ നോമ്പ് കഴിഞ്ഞ 35 ലക്ഷം രൂപ ഭക്ഷണത്തിന്റെ വകുപ്പിൽ മാത്രം കൊടുക്കണം. ബാക്കിയൊക്കെ ഉണ്ട്, അലല്ലാ 4-5 മാസത്തെ അവധിയൊക്കെ കൊണ്ട് കൊടുത്താൽ മതി. പക്ഷെ ഇത് ഇങ്ങനെ വന്നപ്പോ ഞാൻ എങ്ങനെ ഈ പെരുന്നാളിന് അങ്ങോട്ട് പോകും? അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. എന്റെ സഹോദരങ്ങളെ, നിങ്ങള് അള്ളാഹു എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട് എന്ന നീയത്തിൽ നിങ്ങളൊരു കുഞ്ഞിനെ ഒറ്റ വർഷം 80 റിയാലുണ്ടെങ്കിൽ 2 ജോഡി വസ്ത്രവും 1 വർഷത്തെ ഭക്ഷണം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ആ മക്കളെ ഹൽക്ക കെട്ടിരുത്തി നല്ലോണം ദ്വാരിപ്പിക്കും. ദ്വാ വല്ലാത്തൊരായുധമാണ്. ആര് വിളിച്ചാലും പഠന സമയത്ത് ചിലപ്പോ ദ്വാരിപ്പിക്കുന്നില്ലെങ്കിൽ ഇഷാമകരിനിടയിൽ അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞിട്ട് കുട്ടികൾ അസ്മാഉൽ ബദർ ചൊല്ലിച്ച് ഞങ്ങൾ ദ്വാ ചെയ്യിപ്പിക്കും. ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട്, കുവൈത്തിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് ദ്വാ ചെയ്യാതെ പോവില്ല. മുഴുവൻ കുട്ടികളെ കൊണ്ടും ദ്വാ ചെയ്യിപ്പിക്കും. നിങ്ങൾ ഞങ്ങൾക്കും ദ്വാ ചെയ്യുക. ഞങ്ങൾക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം അതേ ഉള്ളൂ. നീലഗിരി ജില്ല തൊഴിലാളികളാണ്, തോട്ടങ്ങളൊക്കെ അച്ചായിമാരുടേത്. ജോലി ചെയ്യുന്നവരൊക്കെ നമ്മളെ മുസ്ലിങ്ങളായ പാവങ്ങള്, 1 സെന്റ് ഭൂമിയില്ലാത്ത സാക്കൾ. ആ ജില്ലയിലെ പാവങ്ങളെയാണ് ഈ വളർത്തുന്നത്. 100% അർഹതപ്പെട്ട കുട്ടികളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു സഹായം ചെയ്യണം. ഒരു കുട്ടിയെ 10-11 ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.